ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി അയ്യാർ. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ LP UPയുമായി ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2024 നടന്ന LP UP പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങളും ഞാനിവിടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ആദ്യം തന്നെ പറയാം. അതായത് മാസ്റ്റർ കെ അക്കാഡമിയിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും LP UPയുടെ ക്ലാസ്സിൽ ചേരാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചേരേണ്ടതാണ്. ചേരാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ചോദ്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ചോദ്യം വരുമ്പോഴും പോസ് ചെയ്ത് വെച്ച് തന്നെത്താൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം മാത്രം എക്സ്പ്ലനേഷൻ ഭാഗത്തേക്ക് വന്ന് എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ LP UPയുടെ 2024 നടന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LPയുടെയും ഉണ്ട്, UPയുടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അതാണ്ടേ ഒന്നാമത്തെ ചോദ്യം. ഇത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം ബാക്കി കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുകയാണ്. നമുക്കൊരു കാർബൺ എന്ന് പറയപ്പെടുന്ന ഒരു എലമെന്റിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ 614 എന്ന് എഴുതിയിട്ടുണ്ട്. കാർബൺ 614 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ കാർബൺ 614 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവയുടെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഇലക്ട്രോണുകളെയും കണ്ടെത്തുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു മൂലകം എടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മൂലകമാണ് ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. മാസ് നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പൊ ഹീലിയം 2, 4 എന്ന് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവയിലെ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും കണ്ടെത്തുക എന്ന് പറഞ്ഞുതരാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇലക്ട്രോണുകൾ എത്ര എന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ അങ്ങ് എഴുതിയാൽ മതി. അറ്റോമിക് നമ്പർ എത്രയാ? ഹീലിയത്തിന്റെ 2 ആണ്. രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. അപ്പൊ സ്വാഭാവികമായിട്ടും 2 ആണ് വരുന്നത്. ഇനി അടുത്ത എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടോണുകളുടെ എണ്ണം എത്ര വരും? 2 എന്ന് വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നെ, ഓർത്തിട്ട് പറഞ്ഞേ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A ആണ്. A മൈനസ് Z ആണ്. Z അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നു. നമുക്കറിയാം, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊരു മൂലകത്തിന്റെയും ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പർ. ഇവിടെ ഹീലിയത്തിന്റെ മാസ് നമ്പർ എത്രയാ? 4 മൈനസ് അറ്റോമിക് നമ്പർ. ഏതൊരു മൂലകത്തിന്റെയും ഇടതുവശത്ത് താഴെയായിട്ട് എഴുതിയിരിക്കുന്നതാണ് എന്ത്? അറ്റോമിക് നമ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ 2 ആണ്. 4 മൈനസ് 2 ചെയ്താൽ ആൻസർ എത്ര വരും? 2. ന്യൂട്രോണുകളുടെ എണ്ണം 2. ഇങ്ങനെയാണ് ഏതൊരു മൂലകത്തിലെയും ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും കണ്ടെത്തുക. നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആരാണ്? കാർബൺ ആണ്. 614 എന്ന് തന്നിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞോ, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ ആയ 6 തന്നെയാണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കിയേ, 6 ഇല്ലാത്ത 2 വരെ. അത് ന്യൂട്രോൺ അല്ലേ എഴുതേണ്ട? ന്യൂട്രോൺ ആണ്. രണ്ടാമത് പ്രോട്ടോൺ ആണ്. അപ്പൊ രണ്ടാമത് 6 വരുന്നതായിരിക്കും നമുക്ക് ശരിയായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണവും 6 തന്നെയാണെന്ന് അറിയാം. അപ്പൊ രണ്ടാമത് 6 വരുന്നവർ മാത്രം നമുക്ക് എടുത്ത് എഴുതേണ്ടതാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇവിടെ രണ്ടാമത് 6 വന്നിട്ടുണ്ട്, ഇവിടെയും രണ്ടാമത് 6 വന്നിട്ടുണ്ട്. ബാക്കി രണ്ടും ആൻസർ വരാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പറായ 14 നിന്നും അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 6 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 8 എന്ന് കിട്ടും. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര വരണം? 8 എന്ന് വരണം. അപ്പൊ ന്യൂട്രോൺ ആണ് ആദ്യം വരുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം ദാ ഇവിടെ 8 വന്നിരിക്കുന്നു, കണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതും എന്താണ്? തെറ്റായ ആൻസർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാം, ഇവിടെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് കയറിയിട്ട് ആദ്യം ആരെ തന്നിരിക്കുന്നത് രണ്ടാമത് ആരെ തന്നിരിക്കുന്നത് നോക്കണം. ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 8 ന്യൂട്രോണുകളും
6 പ്രോട്ടോണുകളും 8 ന്യൂട്രോണുകളും 6 പ്രോട്ടോണുകളും വരുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എളുപ്പമായിരുന്നില്ലേ? യെസ്. അപ്പോൾ രണ്ടാമത്തേലേക്ക് വരാം. അതിന് മുന്നേ ഒന്നാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അതായത് അതാണ് ഇവിടെ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. പുസ്തകത്തിൽ വ്യക്തമായിട്ട് കൊടുത്തുകൊണ്ട് ഈ ഭാഗത്തു നിന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? അറ്റോമിക നമ്പർ എന്ന് വിളിക്കാൻ സാധിക്കും. കണ്ടോ, പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ ഇസഡ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത് നോക്കിയാൽ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ? അറ്റോമിക നമ്പറിന് എത്ര ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്? 2 ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്താണ്? നമ്മുടെ അറ്റോമിക നമ്പർ ആണ്. കണ്ടോ, ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് നോക്കിയേ, മാസ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. നോക്കാം, മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് എന്ത്? മാസ് നമ്പർ. ഇനി വേറൊരു ഡെഫിനിഷൻ കൂടി കൊടുത്തേക്കുന്നു, അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെ ഭാഗത്ത് എന്ത് കൊടുത്തിരിക്കുകയാണ്? അറ്റോമിക് നമ്പർ എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രോട്ടോണുകൾക്ക് വരെ അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് തന്നാലും എന്ത് തന്നെയാണ്? ശരിയാണ്. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മളോട് ചോദിച്ചാൽ കിടക്കുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം. മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം തന്നെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ ഭാഗത്ത് അറ്റോമിക് നമ്പർ ആയിട്ടാണ് പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വന്നാലും മാർക്ക് കൊണ്ട് കളയല്. വ്യക്തമായി വായിച്ചു വെക്കുക. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണമെന്നോ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന A മൈനസ് ഇസഡ് ആയാലും മതി. സെറ്റ് ആണല്ലോ? ഓക്കെ ആണ്. ഇനി അധിക വായനയ്ക്കായിട്ട് മൗലിക ഗണങ്ങൾ എന്നൊരു ഭാഗം കൂടി ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്ത് വെച്ച് സൂം ചെയ്ത് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ആറ്റത്തിനകത്ത് എത്ര മൗലിക ഗണങ്ങളുണ്ട്? തീർച്ചയായിട്ടും മൗലിക ഗണങ്ങൾ എത്രയാണ്? നിലവിൽ ഒരെണ്ണമാണ്. അതാരാണെന്നത് ഈ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വായിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. യെസ്. അപ്പൊ വായനയ്ക്ക് വേണ്ടിയും തന്നിട്ടുണ്ട്. നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, സെറ്റ്. പോകുന്നു മുന്നോട്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. തന്നിരിക്കുന്നുണ്ടോ? താഴെ പറയുന്നവൽ ഏതാണ് സംക്രമണ ലോഹമല്ലാത്തത്? അപ്പൊ വ്യക്തമായിട്ട് പീരിയോഡിക് ടേബിൾ അറിയണം. ഏതൊക്കെയാണ് ആൽക്കലി ലോഹങ്ങൾ, ഏതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ഏതൊക്കെയാണ് സംക്രമണ ലോഹങ്ങൾ, ഉപലോഹങ്ങൾ, എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തതെന്നാണ് ചോദ്യം. സംക്രമണ ലോഹം അല്ലാത്തത് നമുക്ക് നോക്കാം. അയൺ. അയൺ സംക്രമണ ലോഹമാണോ? തീർച്ചയായിട്ടും അയൺ ഒരു സംക്രമണ ലോഹമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വന്നേക്കുന്നത് കോപ്പർ ആണ്. കോപ്പർ എന്താണ്? തീർച്ചയായിട്ടും കോപ്പർ എന്ന് പറയപ്പെടുന്നതും സംക്രമണ ലോഹമാണ്. ഡൗട്ടിന് ആവശ്യമില്ല, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അയൺ സംക്രമണ ലോഹമാണ്, കോപ്പർ സംക്രമണ ലോഹമാണ്. നിക്കൽ എന്ന് പറയപ്പെടുന്ന നിക്കൽ ഫാമിലിയൊക്കെ നമ്മൾ പഠിച്ചല്ലയോ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും നിക്കലും എന്താണ്? സംക്രമണ ലോഹമാണ്. അപ്പൊ സംക്രമണ ലോഹം അല്ലാത്ത ആരാണ്? യെസ്, ഇവിടെ ആൻസർ അലുമിനിയം ആണ്. അലുമിനിയം എന്തല്ല? സംക്രമണ ലോഹം അല്ല. ഓർത്ത് വെച്ചേക്കുക, സംക്രമണ ലോഹം അല്ലാത്തതെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ആൻസർ ഏതാണ്? അലുമിനിയം ആണ്. അപ്പൊ എന്താണ് സംക്രമണ ലോഹം എന്ന് നമുക്ക് നോക്കിയാലോ? ഇംഗ്ലീഷ് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചേക്ക. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് ഉൾപ്പെടുത്തുക കേട്ടോ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ പീരിയോഡിക് ടേബിളില് 4 ബ്ലോക്കുകളുണ്ട്. അതിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സംക്രമണ ലോഹങ്ങൾ എന്ന് വിളിക്കുക. സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുക. നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ വരി തന്നെയാണ് ആൻസർ നടക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ അറിയപ്പെടുന്ന പേരെന്താ? സംക്രമണ മൂലകങ്ങൾ. ഇനി നോക്കിയേ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് അവ കാണപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ആരെ കാണപ്പെടുന്നത്? സംക്രമണ മൂലകങ്ങളെ കാണപ്പെടുന്നത്. ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ബാഹ്യതമ ഷെല്ല് നോക്കിയേ, ഫോറസ്റ്റ് എന്ന് കൊടുത്തേക്കുന്നു. അതിന് തൊട്ടുള്ളിലുള്ള ഷെല്ലായ 3D1 ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. നോക്കിയേ, എല്ലായിടവും 3D ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. നോക്ക്, എല്ലാത്തിലും അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓർത്ത് വെച്ചേക്ക, ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ദേ കിടക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എന്താണ്? ലോഹങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണ്. ഇനി ശ്രദ്ധിച്ചോ, ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ
ഗ്രൂപ്പുകളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അത് ഹെൻറി മോസറുടെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ദാണ്ടെ ഡി ബ്ലോക്ക് മൂലകങ്ങളും അതത് ഗ്രൂപ്പുകളിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയാണ്. ഇത് ഓർത്ത് വെച്ചേക്കുക, ഡി ബ്ലോക്ക് മൂലകങ്ങളും അതത് ഗ്രൂപ്പുകളിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയാണ് എന്നുള്ള പോയിന്റ് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്ന് ഓർത്ത് വെച്ചൊക്കെ ഈ ഭാഗത്തു നിന്നായിരിക്കും ഒരുപക്ഷെ അടുത്ത തവണ ചോദ്യം വരിക അല്ലെ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും അതെ. ഇനി മുന്നോട്ട് വന്നേ, നേരെ നോക്കിയേ, നമ്മുടെ പീരിയോഡിക് ടേബിൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എവിടെ മുതൽ എവിടെ വരെ ഉള്ളവരെയാണ് സംക്രമണ ലോഹങ്ങൾ എന്ന് വിളിച്ചത്? യെസ്, 3 മുതൽ 12 വരെ. നോക്കിയാലോ നമുക്ക്? യെസ്, നോക്ക്, മൂന്നാമത്തെ ഗ്രൂപ്പ് ദേ കിടക്കുന്ന 3 മുതൽ എവിടെ വരെയാ? 12 വരെ. യെസ്, അപ്പൊ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള എല്ലാ മൂലകങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാം. പക്ഷെ ചെറിയൊരു ടെസ്റ്റ് പറഞ്ഞുതരാം, ഓർത്ത് വെച്ചേക്കുക. ദാണ്ടെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഈ കാണുന്ന ലെന്താനം, അതിന് തൊട്ട് കാണപ്പെടുന്ന ആക്ടീനിയം, ഇത് രണ്ടും എന്താണ്? അന്തസംക്രമണ മൂലകങ്ങളാണ്. അതായത് എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവയാണ്, എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അതൊന്നും ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് നമുക്ക് ആരെ കാണപ്പെടുക? സംക്രമണ ലോഹങ്ങളെ കാണപ്പെടുക. എന്നാൽ അവര് സ്ഥാനം കൊണ്ട് അവിടെ 2 പേര് കയറി ഇരിപ്പുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ലെന്താനവും ആക്ടീനിയവും. അത് ശരിക്കും പറഞ്ഞാൽ ഡി ബ്ലോക്കിന്റെ ഭാഗമാണോ? അല്ല, അവർ ശരിക്കും എഫ് ബ്ലോക്കിന്റെ ഭാഗമാണ്. ഇത് ക്ലാസ്സിൽ എടുത്തപ്പോൾ ഞാൻ വിശദമാക്കിയതാണ്, അപ്പോൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. പിന്നെ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ മുഴുവനൊന്നും പഠിക്കാൻ സാധിക്കില്ല, എങ്കിലും ആദ്യത്തെ കുറച്ചുവരെ പഠിച്ചു വെച്ചേക്കാം. ചോദ്യം വീണ മേഖല ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓപ്ഷനിൽ അയൺ ഉണ്ടായിരുന്നു അല്ലെ, യെസ്, നിക്കൽ കിടപ്പുണ്ടായിരുന്നു, കോപ്പർ കിടപ്പുണ്ടായിരുന്നു അല്ലെ, ഇത്രയും പേരാ കിടന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, ആദ്യം ഒരു റോ പക്ക പഠിച്ചു വെച്ചേക്കണം. അതിനുവേണ്ടി ഞാൻ ക്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? യെസ്, SCTI എന്ന് വിളിക്കണം, സ്കാൻഡി. ഓർമ്മ വന്നോ? സ്കാൻഡി എന്ന് വിളിക്കണം. അടുത്തത് 3 പേരോടെ ചേർത്ത് വിക്രമൻ. ഓർമ്മ വന്നോ? സ്കാൻഡിയും വിക്രമനും. ഓർത്ത് വെച്ചിരിക്കുക, സ്കാൻഡിയും വിക്രമനും. പിന്നെ 2 പേരോട് ചേർത്ത് ഫിക്കോ എന്ന് വിളിക്കണം, ഫിക്കോ. പഠിച്ചു വെച്ചേക്കുക, ഫിക്കോ എന്ന് വിളിക്കണം. ഓക്കെ, ഇനി അടുത്ത ആരാണ്? നിക്കുസൻ. പേര് പറഞ്ഞോ? നിക്കുസൻ. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 4 കുഞ്ഞുങ്ങളെ പേര് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ്? സ്കാൻഡി, വിക്രമൻ, ഫിക്കോ, നിക്കുസൻ. പറഞ്ഞേ, സ്കാൻഡി, വിക്രമൻ, ഫിക്കോ, നിക്കൂസൻ. പഠിച്ചോ? സ്കാൻഡി, വിക്രമൻ, ഫിക്കോ, നിക്കൂസൻ. സ്കാൻഡി ആരൊക്കെയാ? സ്കാൻഡിയവും ടൈറ്റാനിയവും. വിക്രമൻ ആരൊക്കെയാ? വനേഡിയം, ക്രോമിയം, മാംഗനീസ്. ഫിക്കോയോ? അയണും കൊബാൾട്ടും. നിക്കൂസനോ? നിക്കലും കോപ്പറും സിങ്കും. ഇത്രയും പേരെ എന്ത് ചെയ്യുക? സെറ്റാക്കി വെച്ചേക്കാം. ഇനി ലോഹങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് ലോഹങ്ങളിൽ ഈ കാണുന്നവരെല്ലാം എന്താണ്? ലോഹങ്ങളാണ് എന്നൊരു ധാരണ കൂടി നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ സിലിക്കൺ, ജെർമേനിയത്തിൽ ഈ ജെർമേനിയം എന്ന് പറയപ്പെടുന്നതും ഉപലോഹത്തിൽ വരുന്നവരാണ് കേട്ടോ, ഉപലോഹത്തിൽ വരുന്നവരാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ അലൂമിനിയത്തെ അല്ലേ നമുക്ക് ഓപ്ഷൻ ഇട്ട് തന്നെ. യെസ്, അലൂമിനിയം എന്ന് പറയപ്പെടുന്ന 13ാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആദ്യ ലോഹമാണ്. 13ാമത്തെ ഗ്രൂപ്പിൽ ആദ്യം കാണുന്ന ബോറോൺ ഉപലോഹമായതുകൊണ്ടാണ് 13ാമത്തെ ഗ്രൂപ്പിലെ ആദ്യ ലോഹമായിട്ട് ആരെ പറഞ്ഞത്? യെസ്, അലുമിനിയത്തെ പറഞ്ഞത്. അപ്പൊ എല്ലാത്തിന്റെയും പൊസിഷൻ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആൽക്കലി ലോഹങ്ങൾ ദേണ്ട കിടക്കുന്ന ആൽക്കലി ലോഹങ്ങളിൽ ആദ്യം ആരാ? യെസ്, ലിഥിയം ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഓർത്ത് വെച്ചേക്കുക. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആരൊക്കെയാ? ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ് കണ്ടു തന്നെ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായും പഠിക്കുക. ഇതെല്ലാം വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം വരച്ച് വ്യക്തമായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത LP നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, പോകുന്നു മുന്നോട്ട്. 2 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? നമ്മുടെ കാർബൺ 6, 12 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. 8, 6 എന്നുള്ളവയായിരുന്നു നമ്മുടെ ശരി ഉത്തരം. അടുത്ത താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തതെന്നാണ് ചോദിച്ച ആൻസർ? അലുമിനിയം. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? യെസ്, ഇവിടെ വരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ദേ പോകുന്നു അടുത്ത അതിന്റെ ബാക്കി ചോദ്യങ്ങളിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? ഇതെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അത് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും ഒരു ലോഹവും, അങ്ങനല്ലല്ലോ പഠിച്ചത്. വ്യക്തമായി പറ. ക്രിയാശീലത കൂടിയ ലോഹവും ഏതെങ്കിലും ഒരു ആസിഡും, അങ്ങനെയല്ലേ പഠിച്ചതാണ്. റിയാക്ടിവിറ്റി കൂടിയ ലോഹവും ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആര് പുറത്തേക്ക് പോകുന്ന പഠിച്ചേ? ഹൈഡ്രജൻ
ഗ്യാസ് പുറത്തേക്ക് പോകും. ഒന്ന് നോക്കിക്കേ, ഇവിടെ ക്രിയാശീലത കുറഞ്ഞ ആരെങ്കിലും ഓപ്ഷനിൽ കിടപ്പുണ്ടോ നോക്കിക്കേ. ഉണ്ട്. ആരാ ക്രിയാശീലത കുറഞ്ഞത്? ക്രിയാശീലത കുറഞ്ഞ ആൾക്കാർക്കും ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിങ്കിന് ക്രിയാശീലത കൂടുതലാണെന്ന് പഠിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് റിയാക്ടിവിറ്റി സീരീസ് ബൈഹാർട്ട് ചെയ്തവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പൊ അലൂമിനിയത്തിനും ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം റിയാക്ടിവിറ്റി. ക്രോമിയത്തിനും റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മളല്ലേ. അപ്പൊ സ്വാഭാവികമായും ഇവിടെ ആൻസർ ആര് തന്നെയാണ്? നമ്മുടെ കോപ്പർ ആണ്. അപ്പോ ക്രിയാശീലത കുറഞ്ഞ ലോഹമായിട്ട് ആരെ കരുതണം? കോപ്പറിനെ കാണണം. ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഹൈഡ്രജനെ ആസിഡുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ പഠിച്ചു നോക്കുക, ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ മിനറൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വീര്യം കൂടിയ ആസിഡുകളെയാണ് മിനറൽ ആസിഡ് എന്ന് പറയുക. ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുകളാണ് മിനറൽ ആസിഡുകൾ. അവയുടെ വേറെ പേരാണ് ഇൻഓർഗാനിക് ആസിഡ്, അകാർബണിക ആസിഡുകൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പൊ മിനറൽ ആസിഡും ക്രിയാശീലത കൂടിയ ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴേ ആര് പുറത്തേക്ക് വരത്തുള്ളൂ? ഹൈഡ്രജൻ പുറത്തേക്ക് വരികയുള്ളൂ. വ്യക്തത വന്നല്ലോ? തീർച്ചയായിട്ടും വന്നു കാണും. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. നോക്കിയേ, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് പുസ്തകത്തിൽ തന്നിരിക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം, മുകളിൽ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ക്രിയാശീലത കുറഞ്ഞു വരികയാണ്. ഇവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. മൂലകങ്ങളെ അവയുടെ ക്രിയാശീലത്തിന്റെ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പട്ടികയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അതാ താഴെ തന്നിരിക്കുന്നു. നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്ക് ആരെയൊക്കെ കാണാം? പൊട്ടാസ്യം, ക്രിയാശീലത ഏറ്റവും കൂടിയ ലോഹമാണ് പൊട്ടാസ്യം എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ സോഡിയം, ഇത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. ബൈഹാർട്ട് ചെയ്ത ക്രമത്തിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഡെഫിനറ്റ്ലി ഇവിടുന്ന് ചോദ്യം വരുന്നതാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? വിട്ടുകളയരുത്. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് കാണാൻ പഠിക്കാൻ. ഓക്കെ, അപ്പൊ സോഡിയവും പൊട്ടാസ്യവും കിട്ടി. പിന്നെ കാൽഷ്യം, മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, സിങ്ക് അടക്കുന്ന അയണ്, നിക്കല്, ടിന്ന്, ലെഡ്, ഇത്രയും പേർക്കും എന്താണ് ക്രിയാശീലത? എന്താണ് കൂടുതൽ നിന്ന് കുറഞ്ഞിലേക്ക് വരുന്ന ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ഹൈഡ്രജൻ അവിടെ ബാരിയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ ആരുണ്ട്? കോപ്പർ ഉണ്ട്. ഇനി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത 4 പേരുടെ പേരാ പറയാൻ പോകുന്നത്. കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇവർക്ക് ക്രിയാശീലത വളരെ കുറവാണ്. ക്രിയാശീലത കൂടിയ ലോഹങ്ങളും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരിക. എന്നാൽ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് തുടങ്ങിയവ എന്താണ്? റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവയ്ക്ക് ആരെ സ്വതന്ത്രമാക്കാൻ സാധ്യമല്ല? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ സ്വതന്ത്രമാക്കാൻ സാധ്യമല്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തേ ക്രോമിയോ എന്ന്? അതേതാണ്ട് ക്രോമിയോ കൂടെ ഉൾപ്പെടുത്തിയ സീരീസ് ഞാൻ എഴുതിയിരിക്കുന്നു. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, ക്രോമിയം, ഇരുമ്പ്, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, പിന്നെ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഭാഗം ബൈഹാർട്ട് ചെയ്യണേ, മറക്കല്ലേ? മറക്കില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അടുത്ത വളരെ എളുപ്പമുള്ളതാണ്. ഹോമോലോഗസ് സീരീസിലെ നമുക്കറിയാം, നമുക്ക് ഈ ഭാഗത്ത് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്കാണ്. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഓപ്ഷൻ വായിക്കുക. CH2 ഉണ്ട്, CH3 ഉണ്ട്, CHO ഉണ്ട്, COOH ഉണ്ട്. ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പും കീറ്റോണിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് നോക്കാം. ഓരോന്നിലേക്ക് വരാം. ഇവിടെ ആൻസർ വരുന്നത് CH2ന്റെ വ്യത്യാസമാണ്. CH2ന്റെ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ആ ഭാഗം, ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എടുത്തോ വ്യക്തമായിട്ട് പറഞ്ഞാണ് ഹോമോലോഗസ് സീരീസിന്റെ കാര്യം. അപ്പൊ അത് മറന്നുപോലോ. ഹോമോലോഗസ് സീരീസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ടൊന്ന് വായിച്ചിട്ട് പോകുക. നമുക്ക് പുസ്തകം നോക്കി ഒന്ന് വായിച്ചിട്ട് വരാം. നോക്കിയോ, അതാണ്ട് ഇവിടെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഹോമോലോഗസ് ശ്രേണി, ഹോമോലോഗസ് സീരീസ് അല്ലെങ്കിൽ ഹോമോലോഗസ് സീരീസ്. ഇവിടെ 2 തന്മാത്രാ സൂത്രങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിയേ, ആൽക്കൈന്റെ തന്നിട്ടുണ്ട്, ആൽക്കീന്റെ ഉണ്ട്, ആൽക്കൈന്റെ ഉണ്ട്. 3 നമുക്ക് ചെയ്ത് നോക്കാമേ. അപ്പൊ അത് തന്നെ ഇവിടെ തന്നേക്കുന്നത് C2H6ഉം C3H8ഉം ആണ്. ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. C2 പറഞ്ഞോ. C2H6ഉം തന്നിട്ടുണ്ട്, C3H8ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം, ഇവ തമ്മിൽ ഉള്ള കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണത്തിലെ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ചോദ്യം വന്നേക്കുന്നത്. നോക്കുക, ഇവിടെ C2 ആണ്, ഇവിടെ C3 ആണ്, ഇവിടെ H6 ആണ്, H8 ആണ്. അപ്പൊ രണ്ടുപേരെയും നമ്മളൊന്ന് കുറച്ച് നോക്കാം എത്ര കാർബൺ ആറ്റങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്ന്. ഇവിടെ വ്യക്തമായിട്ട് C3H8ഉം C2H6ഉം ആണ്. കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിക്കണം. ആദ്യം C3H8 ആണെന്ന്. C3H8, ഈ C3H8ലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? C3 എത്രയാ? 3 കാർബൺ
കാർബൺ ഓക്കെ. അടുത്ത എന്താണ് C2H6. C2H6നകത്ത് എത്ര കാർബൺ ഉണ്ട്? യെസ്, 2 കാർബൺ. അപ്പൊ അതാ 2 കാർബൺ. അപ്പൊ 3ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞപ്പോൾ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അപ്പൊ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 എന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവിടെ വരെ ക്ലിയർ ആണല്ലോ? കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് വരാം. അടുത്താണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആദ്യം C3H8 ആണ്. H8നകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? യെസ്, 8 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട്. അടുത്ത C2H6 ആണ്. H6നകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? 6. ഇവ തമ്മിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞേ. യെസ്, 8ൽ നിന്നും 6 പോയാൽ എത്ര ഉണ്ട്? യെസ്, 2. യെസ്, ഇവിടെ 2 എന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് നമ്മുടെ അടുത്തടുത്തുള്ള 2 ആൽക്കേനുകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. C2H6ഉം C3H8ഉം. ഇവ തമ്മിൽ കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരു CH2ന്റെ വ്യത്യാസമാണ്. എന്തിന്റെ ഉള്ളത്? ഒരു CH2ന്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാർബൺ ആറ്റത്തിന് 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ വ്യത്യാസം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവയിലെ കാർബൺ ആറ്റത്തിന്റെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം CH2 ആണെന്ന് ബോധ്യപ്പെട്ടില്ലേ? പെട്ടല്ലോ? നമുക്ക് തീർച്ചയായിട്ടും പുസ്തകത്തിൽ തന്നിരിക്കുന്നത് വായിച്ചാണ്. ഇനി അടുത്തത് ഈ വിഭാഗത്തിൽ വരുന്ന നോക്കിയേ, C4H10ഉം C5H2ഉം തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് കാണിച്ചേ. ഇവിടെ എന്താ തന്നേക്കുന്നത്? C5H12 ആണ്. പിന്നെ തന്നേക്കുന്നത് എന്താ? C4H10 ആണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. നോക്കി, അവിടെയും CH2 വ്യത്യാസം കാണാൻ സാധിച്ചില്ലേ? കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ആൽക്കെയിന്റെ കേസ്. നമുക്ക് ബാക്കി നോക്കാം. പെട്ടെന്ന് വന്നിട്ട് യെസ്, ഇവിടെ ഇനി വേറെ തന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് കണ്ടുപിടിക്കാൻ തന്നേക്കുന്ന ആൽക്കീനുകളാണ്. C3H6ഉം C4H8ഉം തന്നിരിക്കുന്നു. C3H6ഉം പിന്നെ ആരാ തന്നേക്കുന്നത്? C4H8ഉമാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇവയിലെ കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണങ്ങളിലെ വ്യത്യാസം കണ്ടുപിടിക്കാൻ. നോക്കിയേ, C3യിൽ നിന്ന് C4ലേക്ക് വരുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം എത്രയാ? 1 കാർബൺ ആറ്റത്തിന്റെ വ്യത്യാസം വന്നിരിക്കുന്നു. പിന്നെ H8ഉം H6ഉം തമ്മിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ വ്യത്യാസമുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ വ്യത്യാസമുണ്ട്. അവിടെയും നിങ്ങൾ CH2 വ്യത്യാസം കണ്ടുപിടിച്ചിരിക്കുന്നു. സെറ്റ്. ഇനി അടുത്ത ആൽക്കൈനിലേക്ക് വരിക. ഇവിടെ C3H4 ആണ്. C3H4 തന്നിട്ടുണ്ട്. പിന്നെ ആരാ? C2H2ഉം തന്നിരിക്കുകയാണ്. നോക്കിയേ, ഇവിടെ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? C3യിൽ നിന്ന് C2ലേക്ക് വരുമ്പോൾ 1 കാർബൺ ആറ്റത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി H4ൽ നിന്ന് H2ലേക്ക് വരുമ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുടെ വ്യത്യാസം കാണാൻ സാധിക്കും? H2ന്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്കൊരു CH2ന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്തരം സംയുക്തങ്ങളുടെ ശ്രേണിയെ അറിയപ്പെടുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. എന്ത് വിളിക്കും? ഹോമോലോഗസ് സീരീസ്. ഇനി ഒന്നുകൂടെ വ്യക്തമായിട്ട് പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന വായിക്കാം. നോക്കിയേ, ഇത് വായിച്ചോണം. ഇവിടെ നിന്നാണ് ഇമ്പോർട്ടന്റ്. ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ട് വെക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഒരു പൊതു സമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്ന അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള ഒന്ന് പറഞ്ഞേ, ഒരു പൊതു സമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്ന അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള ഒരു CH2 ഗ്രൂപ്പിന്റെ ഇതല്ലേ ഡാഷിട്ട് തന്നെ? അതെ, ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുള്ളതുമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ ശ്രേണിയെ എന്ത് വിളിക്കും? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ സവിശേഷതകളെല്ലാം ഒന്ന് വായിച്ചു വെച്ചേ. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. വ്യക്തമായി വായിച്ചു വെച്ചേ. ഒന്ന് വായിച്ചേ. അംഗങ്ങളുടെ പൊതുവാക്യം നമ്മുടെ അംഗങ്ങളുടെ പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. ഈ അംഗങ്ങളെ എല്ലാം നമുക്ക് പൊതുവാക്യങ്ങൾ കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയും. പൊതുവാക്യം എല്ലാം ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ സമയക്കുറവുകൊണ്ട് നമ്മളത് പറയുന്നില്ല, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം കണ്ടോ? CH2 വായിച്ചേ. CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം. പിന്നെ അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. പിന്നെ ഭൗതിക ഗുണങ്ങൾ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. ഇവിടുന്ന് ചോദ്യം വീഴും, സ്വാഭാവികമായിട്ടും വീഴും. എന്ത് വീഴും? 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? 4 സ്റ്റേറ്റ്മെന്റുകൾ തരുന്നു. എവിടെങ്കിലും ഒരു വാക്കൊന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയില്ലേ? ആയിക്കഴിഞ്ഞു. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഹോമോലോഗസ് സീരീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോമോലോഗസ് ശ്രേണിയുടെ സവിശേഷതകൾ അല്ലാത്തതേത്, ആയതേത് എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമല്ലേ? കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോലെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് സ്വാഭാവികമായിട്ടും അത് പറ്റുന്നതാണോണ്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക.
വെച്ചേക്കുക, നന്നായി വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. സെറ്റല്ലേ? സെറ്റാണെന്ന് കരുതുന്നു. പോകാം മുന്നോട്ട്. നമ്മൾ ചെയ്ത 2 ചോദ്യങ്ങളും ശരിയാണോ നോക്കാം. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ശരിയാ, കോപ്പർ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇനി ഹോമോലോഗസ് സീരീസിൽ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു കണ്ടുപിടിച്ചേ? CH2 ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എളുപ്പമല്ലേ? യെസ്, എളുപ്പമാണ് എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഇതേണ്ടേ മാലക്കൈറ്റ് എന്ന ഉദ്ദേശം ഖായായിപ്പോയി. മാലഖൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹമേത്? നമ്മൾ എല്ലാ അയിരുകളെയും ധാതുക്കളെയും വ്യക്തമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ മാലക്കൈറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ആൻസർ ആയിരിക്കണം. പറഞ്ഞു വന്നോ? മാലക്കൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെയാ? യെസ്, കോപ്പർ. വെരി ഗുഡ്. കോപ്പറിന്റെ ധാതുവാണ് ഏത്? മാലക്കൈറ്റ്. പഠിച്ചു. കോപ്പറിന്റെ ധാതുവാണ് ഏത്? മാലക്കൈറ്റ്. അയണിന്റെയും സിങ്കിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ധാതുക്കളെ പഠിപ്പിച്ചാണ്. അയണിന്റെ എല്ലാം ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പറഞ്ഞോ കേട്ടോളാം ഞാൻ. പറഞ്ഞു. അയണിന്റെ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഓർമ്മ വന്നോ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എല്ലാം അയണിന്റെ ആണ്. ഓർമ്മയുണ്ട്. സിങ്കിന്റെ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. സിങ്ക് കലാമിനുണ്ട്, സിങ്ക് ബ്ലെൻഡ് ഓർ സെഫാലറൈറ്റ് ഉണ്ട്, പിന്നാരുണ്ട്? സിൻസൈറ്റ് ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ. സിങ്ക് ബ്ലെൻഡ് ഉണ്ട്, കലാമിനുണ്ട്, സിൻസൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സെഫാലറൈറ്റ് ഉണ്ട്. സെറ്റ്. മഗ്നീഷ്യം പറ. മാഗ്നീഷ്യത്തിന് മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. ഡോളമൈറ്റ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കൂടിയാണെന്ന് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടെന്ന് കരുതുകയാണ്. വേറെ കുറച്ചുപേരെ പുസ്തകത്തിൽ നിന്ന് പരിചയപ്പെട്ടാലോ? നോക്കാം. ഈ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നു. പുസ്തകത്തിൽ തന്നിരിക്കുന്ന അരികളൊക്കെ നോക്കിയേ. അലുമിനിയം. അലുമിനിയത്തിന്റെ ഏതാണ്? ബോക്സൈറ്റ് തന്നിട്ടുണ്ട്. രാസസൂത്രം Al2O3 2H2O. പഠിച്ചേക്ക. Al2O3 2H2O വന്നാലാണ് ബോക്സൈറ്റ് ആവുന്നത്. ബോക്സൈറ്റ് മാത്രമല്ലോ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. പറഞ്ഞേ. പറ. എല്ലാവർക്കും അറിയാം ബോക്സൈറ്റ്. പറഞ്ഞോ. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കൊറണ്ടം, അലുനൈറ്റ്, കയോലിനൈറ്റ്, ഫെൽസ്പാർ ഒക്കെ ഓർമ്മ വന്ന് കാണുമെന്ന് കരുതുകയാണ്. ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, കൊറണ്ടം, കയോലിനൈറ്റ് ഉണ്ട്, ഫെൽസ്പാർ ഉണ്ട്, എല്ലാം തന്നെ അലുനൈറ്റ് ഉണ്ട്, എല്ലാം തന്നെ ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇരുമ്പിന്റെ എല്ലാവരെയും ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിൽ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഹേമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4 എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കോപ്പറിന്റെ ഒരെണ്ണം ഓൾറെഡി പഠിച്ചു. മാലക്കൈറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. പിന്നെ ഏതൊക്കെ ഉണ്ട്? കുപ്രൈറ്റ് ഉണ്ട്, കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, കോപ്പർ പൈറൈറ്റീസ് ഉണ്ട്. ഓർത്ത് വെച്ചേക്കാം. മാലക്കൈറ്റ്, കുപ്രൈറ്റ്, പിന്നെ പറഞ്ഞോ കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാ സിമ്പിളും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാൻ ശ്രമിക്കാം. സിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സെഫാലറൈറ്റ് ഉണ്ട്, കലാമിനുണ്ട്, സിൻസൈറ്റ് ഉണ്ട്. ടിന്നിന്റെ ഏതാ? കാസറ്റ് റൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. കാസറ്റ് റൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. ഇതാണ് ടിൻ ഓക്സൈഡ് എന്നറിയപ്പെടുന്ന ആള്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കാസറ്റ് റൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ആണ് ടിന്നിന്റെ ധാതു. ഇത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ടേബിൾ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതിലും കൂടുതലാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുക. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഒന്നെങ്കിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഭാഗത്ത് നോക്കിയാൽ ഈ ഭാഗത്ത് പുസ്തകത്തിൽ തന്നിരിക്കുന്നതിനകത്ത് നമ്മുടെ മാലക്കൈറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാരേ മാലക്കൈറ്റിനെ. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം. എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സോ ജോയിൻ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് വരാം. അടുത്തത് വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ഈസിയുള്ള ഭാഗം ആസിഡ് എന്ന ടോപ്പിക്ക്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, എല്ലാ ആസിഡുകളെ കുറിച്ചും വിശദമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ആസിഡ്? യെസ്, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ കാണപ്പെടുന്നതും ദഹനത്തെ സഹായിക്കുന്നതുമായ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് നോക്കിയാലോ? യെസ്, നോക്കാം. പുതിയ പുസ്തകത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നേണ്ട അധിക വായനയ്ക്ക് എന്നും പറഞ്ഞ ആമാശയത്തിന്റെ ചിത്രമൊക്കെ തന്നിട്ടാണ് തന്നിരിക്കുന്നത്. ശരീരത്തിനുള്ളിലും ആസിഡോ എന്ന് നമ്മളെ ഞെട്ടിപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ്. ശരീരത്തിനുള്ളിലും എന്താണ്? ആസിഡോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തിനെ സഹായിക്കുന്നതിനായി. കണ്ടോ എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? മനസ്സിലായോ? പുസ്തകത്തിൽ നിന്ന് കോപ്പി പേസ്റ്റ് ആണെന്ന് 2-3 ചോദ്യം കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സെറ്റ്.
ചിലരിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കണ്ടില്ലേ, നമ്മളൊരു ചൂയിങ്കം എടുത്ത് വായിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വയറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. കാരണം ചവച്ച് തുടങ്ങുമ്പോഴേ അറിയാം എന്തോ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്ന് കരുതി ആമാശയം ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ചൂയിങ്കം കഴിക്കുമ്പോൾ എന്തെങ്കിലും ദഹിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ല. ചൂയിങ്കം കഴിക്കുമ്പോൾ ഉമിനീര് മാത്രമാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഫേഷ്യൽ മസിൽസിന് ആര് നല്ലതാണ്? ഈ ഉമിനീരല്ല, ഈ ചൂയിങ്കം നല്ലതാണ്. എന്നാൽ ആമാശയത്തിന് നല്ലതാണോ? അല്ല. അസിഡിറ്റി കൂട്ടുന്ന ആളാണ് ആര്? ഈ ചൂയിങ്കം എന്ന് പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഫേഷ്യൽ മസിൽസ് എല്ലാം ഒന്ന് നല്ല സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിനൂടെ എന്തെങ്കിലും കഴിച്ചാൽ മതി, അപ്പൊ അതൊക്കെ ദഹിക്കുമല്ലോ എന്ന് ആലോചിച്ചാൽ മതി. നോക്കാം. ചിലരിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് അസിഡിറ്റി. നമ്മളെ അറിയിക്കും ശരീരം എങ്ങനെയാ? യെസ്, നാടെ ആമാശയത്തിനുള്ളിലെ നീറ്റല്, നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടല്, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അത് ആസിഡിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രമേ അത് വാങ്ങിച്ചു കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്, ആസിഡിനെ നിർവീര്യമാക്കുന്ന ആരാണ്? ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ആസിഡ് ഉണ്ട്. ഏതാണത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ 2 എണ്ണം കഴിഞ്ഞു. നമ്മുടെ ശരിയാണോ ഉത്തരവ് നോക്കാം. ദേടെ മാലക്കയറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? കോപ്പറാണ്. സെറ്റ്. ഞാൻ അടുത്തേക്ക് വരാം. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ബാക്കി എല്ലാ ആസിഡുകളെ കുറിച്ചും ക്ലാസ്സുകൾ വിശദമാക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈനിൽ. ഓക്കെ. ഓഫ്ലൈനിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. സെറ്റ്. ഓക്കെ, പോകുന്നു മുന്നോട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കാണും. ബാധിക്കാത്തത് കേൾക്കുമ്പോഴേ ഒരു എന്താണ് ക്ലോസ് ഇട്ട് വെച്ചേക്കാം. കാരണം നമ്മൾ മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ചില ബാധിക്കുന്നതെന്ന് വെച്ചിട്ട് ആദ്യത്തേക്ക് നമ്മൾ കയറി എന്ത് ചെയ്യാം? കറപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി വായിക്കാം. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത് എന്നാണ് ചോദ്യം. അയച്ചു നോക്കാം. അഭികാരകത്തിന്റെ ഗാഢത, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് അഭികാരകത്തിന്റെ ഗാഢത, താപനില, ടെമ്പറേച്ചർ. അതായത് പ്രകാശത്തിന്റെ സാന്നിധ്യം, അഭികാരകത്തിന്റെ നിറം. വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക. അഭികാരകത്തിന്റെ ഗാഢത ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. താപനിലയും സ്വാധീനിക്കും, പിന്നെ പ്രകാശത്തിന്റെ സാന്നിധ്യവും സ്വാധീനിക്കും. സ്വാധീനിക്കാത്ത ആരാ? ഒരു അഭികാരകത്തിന്റെ നിറം ഒരു കാരണവശാലും വേഗതയെ എന്ത് ചെയ്യില്ല? യെസ്, ബാധിക്കില്ല എന്ന് ഓർത്ത് വെച്ചോ. ഇവിടെ ആൻസർ ഏതാണ്? അഭികാരകത്തിന്റെ നിറമാണ്. അഭികാരകം എന്താ? റിയാക്ടന്റ്. ഉൽപ്പന്നങ്ങളെ എന്ത് വിളിക്കണം? പ്രോഡക്റ്റ് എന്ന് വിളിക്കണം. ഓക്കെ ആണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. കുറെ കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു വിടുക. എളുപ്പമുള്ള മേഖലയാണ്. രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രതിപ്രവർത്തന ഘടകങ്ങളുടെ സ്വഭാവം, അതായത് നേച്ചർ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റ് എന്ന് വെച്ചാൽ അഭികാരകങ്ങൾ, അവയുടെ സ്വഭാവം. പിന്നെ ചില വസ്തുക്കൾ വേഗത്തിൽ പ്രതികരിക്കും, എന്നാൽ ചിലത് മന്ദഗതിയിലായിരിക്കും. ചിലത് വേഗത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ചിലത് എന്താണ്? മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഗാഢത, അതായത് കോൺസെൻട്രേഷൻ. ഗാഢത കൂടുമ്പോൾ പ്രതിപ്രവർത്തന വേഗത കൂടും. അപ്പൊ ഗാഢതയെ കുറിച്ചാണ് പറഞ്ഞത്. ഗാഢത കൂടുമ്പോൾ പ്രതിപ്രവർത്തന വേഗത കൂടും. പിന്നെന്താണ്? താപനില ബാധിക്കുന്നുണ്ട്. താപനില വർദ്ധിക്കുമ്പോൾ പ്രതിപ്രവർത്തന വേഗത വർദ്ധിക്കും. പിന്നെ ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയയും അതിനകത്തൊരു പ്രധാന ഘടകമാണ്. പക്ഷെ സർഫസ് ഏരിയയുടെ കാര്യം ഇവിടെ പറഞ്ഞിരുന്നില്ല, ഓപ്ഷനിൽ നമുക്ക് തന്നിരുന്നില്ല. പിന്നെ ഉൽപ്രേരകത്തിന്റെ കാര്യം നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. ഉൽപ്രേരകവും ഒക്കെ തന്നെ രാസപ്രവർത്തനത്തിന്റെ വേഗതയും രാസപ്രവർത്തനത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എല്ലാം തന്നെ വായിച്ചു വെച്ചാൽ ഇതൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. എല്ലാം കൂടെ വിശദമായിട്ട് ഇവിടെ പഠിക്കും. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. സെറ്റ് ആണെന്ന് കരുതുന്നു. അപ്പൊ അതാ ഇവിടെ തന്നെ താഴെ പറയുന്നതിൽ ഏത് ഘടകമാണ് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരകത്തിന്റെ നിറമാണ്. നമ്മൾ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും അഭികാരകത്തിന്റെ നിറം എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതല്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെറ്റ് അല്ലയോ? യെസ് ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത സെറ്റ് ഓഫ് ചോദ്യമാണ്. LP-ലോട്ട് നമ്മൾ കിടക്കുന്നു അല്ലെ. സോ നോക്കാം. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് എന്നാണ് ചോദ്യം. ഇതൊരു നല്ല ചോദ്യമാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തെറ്റിക്കല്ലേ. നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് എന്നാണ്. വായിക്കാം. 3D ഉണ്ട്, 4S ഉണ്ട്, 3P ഉണ്ട്, 2P ഉണ്ട്. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം. നൽകിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ആർക്കാണ്? 3Dക്കാണ്.
ക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്. അപ്പൊ ചിന്തിക്കും, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന 1s 2s 2p 3s 3p 4s 3d എന്നാണല്ലോ. യെസ്, ആലോചിച്ച് വെച്ചേക്കുക, ഉറപ്പിച്ച് വെച്ചേക്കാം മനസ്സിൽ. 4s ഊർജ്ജ കൂടുതൽ ആർക്കുണ്ട്? യെസ്, അപ്പൊ 3dക്കുണ്ട്. 4s ഓപ്ഷനിൽ കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, യെസ് 3d കഴിഞ്ഞല്ലേ 4s പറയുന്നത്, അപ്പൊ 4sനല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഓർത്ത് വെച്ചേക്കുക, 4s 3d എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ 3dക്കാണ് ഇവിടെ എന്ത് കൂടുതൽ? ഊർജ്ജ കൂടുതൽ എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ആ ഭാഗം പുസ്തകത്തിൽ എവിടെ കിടക്കുന്നത് നോക്കാം. ദേണ്ടേ, നമുക്ക് വായിച്ചു നോക്കാം. 3d 4s എന്നിവയില് ഊർജ്ജം കൂടിയ സബ്ഷെല്ല് ഏതാണെന്ന് പരിശോധിക്കാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. പരിശോധിക്കാൻ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചാണ് പുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമത്തൽ ക്വാണ്ടം നമ്പറോടെ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഊർജ്ജ കൂടുതൽ ആർക്കാണെന്ന് പറയുക. അപ്പൊ ഇവിടെ 3d ആണ് തന്നേക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് n-ന്റെ വാല്യൂ 3 ആണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ l-ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ് കൊടുത്തേക്കുന്നത്. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ n+n ചെയ്യുമ്പോൾ 5 വരും. അപ്പൊ 3dക്ക് ഊർജ്ജം 5 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത 4sലേക്ക് വന്നാൽ n-ന്റെ വാല്യൂ 4ഉം l-ന്റെ വാല്യൂ 0 ആണ്. n+l ചെയ്യുമ്പോൾ 4 ആണ് വരുന്നത്. അപ്പൊ എന്ത് കുറവാണ്? എന്താണ്? 3d അപേക്ഷിച്ച് ഊർജ്ജം കുറവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജ്ജം കുറവാണ്. 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജ്ജം എന്താണ്? കുറവാണ്. അതിനാൽ 4s സബ്ഷെല്ലിൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമായിരിക്കും 3d ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുക. അത് ഞാൻ വ്യക്തമായിട്ട് കുറച്ചു മുമ്പ് ഇവിടെ കാണിച്ചു തന്നിരുന്നു. നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പഠിച്ചില്ലയോ? സംക്രമണ ലോഹങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജ്ജം കുറവാണ്. അത് ഓർത്ത് വെച്ചേക്കണം. 4sന് ഊർജ്ജം കുറവാണ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? 3d അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ടെസ്റ്റിനകത്ത് വാല്യൂ അടക്കം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കുക. വായിച്ചു വിട്ടാൽ മാത്രം മതി. ഏറ്റവും പ്രധാന കാര്യം ടെസ്റ്റ് കംപ്ലീറ്റ് പഠിക്കുക. ടെസ്റ്റിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. അല്ലെ, ഇതുവരെ എടുത്ത എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു, ടെസ്റ്റിനകത്ത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം പരിശോധിക്കാം. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്ന് അറിയപ്പെടുന്നത്? കാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. 18, 17, 15, 16 എല്ലാവരും അടുപ്പിച്ചുള്ള എല്ലാ ഗ്രൂപ്പുകളും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലെ എല്ലാ ഗ്രൂപ്പുകളും വിശദമായിട്ട് പഠിക്കണം. എല്ലാ ഗ്രൂപ്പുകളുടെയും പേരുകൾ, എല്ലാ പേരുകളും, ഓൾഡ് പേരുകളും പുതിയ പേരുകളും അതോടൊപ്പം തന്നെ എല്ലാ പേരുകളും നമ്മൾ വിശദമായിട്ട് പഠിച്ചു നോക്കണം. എവിടെ നിന്ന് വേണം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി കാൽക്കോജൻസിലേക്ക് വരാം. കാൽക്കോജൻസ് എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ 16ാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് എന്ത്? പറഞ്ഞോ, കാൽക്കോജൻസ്. ഓർത്ത് വെച്ചേക്കണം. കാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? 16ാമത്തെ ഗ്രൂപ്പിനെയാണ്. അപ്പൊ നമുക്ക് എല്ലാ ഗ്രൂപ്പിന്റെയും പേരൊന്ന് നോക്കിയാലോ? യെസ്, ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും നോക്കാം. ഇവിടെ നമുക്ക് എല്ലാ ഗ്രൂപ്പുകളുടെയും പേര് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി അറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. അറിയാലോ, ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി 3 മുതൽ 12 വരെയുള്ളൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുമെങ്കിലും എല്ലാ ഗ്രൂപ്പുകൾക്കും വ്യക്തമായ പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. 3ാമത്തെ ഗ്രൂപ്പ് സ്കാൻഡിയം ഗ്രൂപ്പ് ഓർ സ്കാൻഡിയം ഫാമിലി എന്ന് വിളിക്കാം. 4 ടൈറ്റാനിയം ഗ്രൂപ്പ് ഓർ ടൈറ്റാനിയം ഫാമിലി എന്ന് വിളിക്കാം. ഇനി അടുത്തത് 5 വനേഡിയം ഗ്രൂപ്പ് അല്ലെങ്കിൽ വനേഡിയം ഫാമിലിയാണ്. 5 എന്ന് റോമൻ ലെറ്ററിൽ എഴുതുമ്പോൾ തന്നെ വി വരും, വനേഡിയം. എളുപ്പം ഓർത്ത് വെക്കാലോ. 6 ക്രോമിയം, 6 ക്രോമിയം, 6 ക്രോമിയം, 6 ക്രോമിയം ഫാമിലിയാണ്, ക്രോമിയം ഗ്രൂപ്പാണ്. 7 മാംഗനീസ് ആണ്, തെറ്റിക്കല്ലേ. 7 ഏതാണ്? മാംഗനീസ് ഫാമിലിയാണ്. 8 അയൺ ഗ്രൂപ്പ്. ഓക്കെ ആണ്. അയൺ ഗ്രൂപ്പ് ഏതാ? 8. അയൺ ഗ്രൂപ്പ് ഏതാണ്? 8 ആണ്. 9 കൊബാൾട്ട് ഫാമിലി. 9 കൊബാൾട്ട് ഫാമിലി ആണ്. ഓർത്ത് വെച്ചോ കേട്ടോ. 9 ഏതാ? കൊബാൾട്ട് ഫാമിലി. 10 ആണ് നിക്കൽ ഫാമിലി. ഓർമ്മ. 10 ഏതാ? നിക്കൽ ഫാമിലി ആണ്. 11 ഏത്? കോപ്പർ ഫാമിലി അല്ലെങ്കിൽ കോപ്പർ ഗ്രൂപ്പ്. പണ്ട് കാലത്ത് തന്നെ കോയിനേജ് മെറ്റൽസ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്നു. പണ്ട് കാലത്ത് കോയിനേജ് മെറ്റൽസ് ഗ്രൂപ്പ് എന്നും അറിയപ്പെട്ടിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം. നിലവിൽ കോപ്പർ ഫാമിലി, കോപ്പർ ഗ്രൂപ്പ് എന്നാണ് 11ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുക. ഇനി അടുത്തത് 12ാമത്തെ ഗ്രൂപ്പാണ് ഇത് സിങ്ക് ഫാമിലി. 12 ഏതാണ്? സിങ്ക് ഫാമിലി അല്ലെങ്കിൽ സിങ്ക് ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പിന്റെ മറ്റു പേരുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കുക. 13ാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് ബോറോൺ ഫാമിലി. എന്താണ്? പഠിച്ചോണേ, ബോറോൺ ഫാമിലി. വേറൊരു പേരാണ്
ബോറോൺ ഫാമിലിയുടെ വേറൊരു പേരാണ് 13ാമത്തെ ഗ്രൂപ്പിനെ അലുമിനിയം ഫാമിലി എന്ന് വിളിക്കും. 13ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? 13ാമത്തെ ഗ്രൂപ്പിനെ പറഞ്ഞു അലുമിനിയം ഫാമിലി എന്ന് വിളിക്കും. ഓക്കെ ആണ്. ഇനി വേറൊരു പേരോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എർത്ത് ഫാമിലി. ഓർമ്മ വന്നോ? എർത്ത് ഫാമിലി. അപ്പൊ എന്തൊക്കെ പേരാ ഞാൻ പറഞ്ഞു തന്നെ? എർത്ത് 13ാമത്തെ ഗ്രൂപ്പിന്റെ പേരുകളൊക്കെ പറഞ്ഞ എല്ലാം ക്ലാസ്സിൽ വിശദമാക്കിയതാണ്. 13ാമത്തെ ഗ്രൂപ്പ് എർത്ത് ഫാമിലി, വേറൊരു പേര് ബോറോൺ ഫാമിലി, വേറൊരു പേര് അലുമിനിയം ഫാമിലി. ഒഫീഷ്യലി അറിയപ്പെടുന്ന പേരെന്താ? നോക്കിയേ, ഐക്കോസാജൻസ്. എന്ത് വിളിക്കും? ഐക്കോസാജൻസ്. അപ്പൊ ഐക്കോസാജൻസ് എന്ന പേര് എന്ത് ചെയ്യാ? മറന്നു പോവരുത്. അത് ഒഫീഷ്യൽ നെയിം ആണ്, അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഐക്കോസാജൻസ് എന്നറിയപ്പെടുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പിനെയാണ്, മറക്കരുത്. ഇനി അടുത്തത് 14ാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം. പഠിപ്പിച്ച പേരുകളൊക്കെ പറഞ്ഞോ. 14ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേര് കാർബൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരെന്താ? കാർബൺ ഫാമിലി. വേറൊരു പേര് പഠിപ്പിച്ചിരുന്നല്ലോ, കാർബനോയിഡ്സ്. ഓർമ്മ വന്നോ? കാർബനോയിഡ്സ്. ഓക്കെ, കാർബനോയിഡ്സ് എന്നറിയപ്പെടുന്നു. കാർബൺ ഫാമിലിയുടെ വേറൊരു പേരാണ് കാർബനോയിഡ്സ്. ഒഫീഷ്യൽ നെയിം എന്താ? ക്രിസ്റ്റലോജൻസ്. ഒഫീഷ്യലി എന്ത് വിളിക്കും? ക്രിസ്റ്റലോജൻസ്. ഞാൻ ക്ലൂ പറഞ്ഞു തന്നിരുന്നു. അതായത് നമ്മുടെ കാർബൺ കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു ക്രിസ്റ്റലാണ് ഇത്, ഡയമണ്ട് എന്ന് കരുതുക. ഡയമണ്ട് കാർബൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്റ്റലോജൻസ് ആണ് കാർബൺ ഫാമിലി. ഓക്കെ ആണോ? തീർച്ചയായിട്ടും അതെ. ഇനി അടുത്ത 15ാമത്തെ ഗ്രൂപ്പ് പേരുകളൊക്കെ പഠിപ്പിച്ച പേരുകളൊക്കെ കേട്ടെ. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി. അതിന്റെ വേറൊരു പേരും പഠിപ്പിച്ചിരുന്നു, നിക്ടോജൻസ്. കണ്ടോ, പി സൈലന്റ് ആണ്. നിക്ടോജൻ ഫാമിലി. നമ്മൾ ഇങ്ങനെ പഠിച്ചു, നിക്ടോജൻ ഓക്സൈഡ് ആസിഡ് റെയിന് കാരണമാകുന്നു എന്ന് പഠിച്ചില്ലേ? അപ്പൊ ഓർത്ത് വെച്ചേക്ക, 15ാമത്തെ ഗ്രൂപ്പ് നിക്ടോജൻസ്. നിക്ടോജൻസ് നൈട്രജൻ ഫാമിലി ആണ്. 16ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? പറഞ്ഞോ, ഓക്സിജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഓക്സിജൻ ഫാമിലി. നമ്മളോട് ചോദിച്ച ചോദ്യം ദേ കിടക്കുന്ന കാൽക്കോജൻസ്. 16ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? കാൽക്കോജൻസ് എന്ന് അറിയപ്പെടുന്നു. 17ാമത്തെ ഗ്രൂപ്പ് ഫ്ലൂറിൻ ഫാമിലി ആണ്. ഫ്ലൂറിൻ ഫാമിലി അറിയപ്പെടുന്ന പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാലോജൻസ് എന്നാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഹാലോജൻസ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്ക. 18ാമത്തെ ഗ്രൂപ്പിലെല്ലാം വാതകങ്ങളാണ്, എയ്റോജൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഞാൻ അവയുടെ മറ്റ് പേരുകളും ക്ലാസ്സിൽ പറഞ്ഞു. എന്തൊക്കെയാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഓർമ്മ വന്നോ? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഇനർട്ട് ഗ്യാസസ്. പിന്നെ നമ്മൾ പഠിച്ചാണ് എന്ത്? അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ. വേറൊരു പേരെന്താ? കുലീനവാതകങ്ങൾ. ഇവയ്ക്കൊക്കെ നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് പറയും. അലസവാതകങ്ങൾ, കുലീനവാതകങ്ങളെയൊക്കെ എന്ത് വിളിക്കും? നോബിൾ ഗ്യാസസ്. ഇവയുടെ എല്ലാം ബാലൻസ് 0 ആയതുകൊണ്ട് ഇവരെ എന്ത് വിളിക്കും? സീറോ ഗ്രൂപ്പ് എലമെന്റ്സ്, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓക്കെ ആണ്. ഇവയൊക്കെ അപൂർവമായി കാണപ്പെടുന്നുണ്ട്. അപൂർവ മൂലകങ്ങൾ അല്ലെങ്കിൽ റയർ എലമെന്റ്സ്. അപൂർവ മൂലകങ്ങൾ അല്ലെങ്കിൽ റയർ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. പിന്നെ രാസപ്രവർത്തനത്തിൽ അധികം ഏർപ്പെടാത്തതുകൊണ്ട് നിഷ്ക്രിയ മൂലകങ്ങൾ. എന്താണ്? നിഷ്ക്രിയ മൂലകങ്ങൾ. ഓർമ്മയിലെത്തിയ കുറെ പേരുകൾ ഞാൻ പറഞ്ഞു തന്നു. ഉത്കൃഷ്ട മൂലകങ്ങൾ, അലസവാതകങ്ങൾ, കുലീനവാതകങ്ങൾ, അപൂർവ മൂലകങ്ങൾ, സീറോ ഗ്രൂപ്പ് എലമെന്റ്സ്, നിഷ്ക്രിയവാതകങ്ങൾ. പക്ഷെ ഒഫീഷ്യലി എയ്റോജൻസ് എന്നറിയപ്പെടും. എന്ത് വിളിക്കും? എയ്റോജൻസ്. 18ാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് എന്ത്? എയ്റോജൻസ്. മറന്നു പോവരുത് കേട്ടോ, എയ്റോജൻസ്. അപ്പൊ ഒന്ന് പറയാം, എല്ലാ ജെൻസിനെയും ഒന്ന് ഓർത്തു വെക്കാം. ഐക്കോസാജൻസ്, ക്രിസ്റ്റലോജൻസ്, നിക്ടോജൻസ്, കാൽക്കോജൻസ്, ഹാലജൻസ്, എയ്റോജൻസ്. ഓക്കെ, ഇവയുടെ എല്ലാ പേരുകളും വിശദമായിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്താണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഗ്രൂപ്പുകളുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് കരുതുന്നു. പോകാം മുന്നോട്ട്. നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വേറെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. ബോറോൺ ഫാമിലി. കണ്ടോ, ഐക്കോസാജൻസ് അതിനെ ട്രയൽസ് എന്നറിയപ്പെടാറുണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണം. കാർബൺ ഫാമിലി ക്രിസ്റ്റലോജൻസ്, ടെട്രൽസ് എന്നറിയപ്പെടാറുണ്ട്. നൈട്രജൻ ഫാമിലിയാണ് നിക്ടോജൻസ് എന്നറിയപ്പെടുക. ഓക്സിജൻ ഫാമിലിയെ കാൽക്കോജൻസ് എന്നറിയപ്പെടുന്നു. ഹാലോജൻസിനെ സാൾട്ട് ഫോമേഴ്സ്. ഹാലോ എന്ന് വെച്ചാൽ സാൾട്ട് ആണല്ലോ. ഹാലോജൻസിനെ സാൾട്ട് ഫോമേഴ്സ് എന്നറിയപ്പെടാറുണ്ട്. സാൾട്ട് ഫോമേഴ്സ് അറിയപ്പെടാറുണ്ട്. നോബിൾ ഗ്യാസസിന്റെ എല്ലാ പേരുകളും പറഞ്ഞു. ഇനർട്ട് ഗ്യാസസ് ആണ്, റയർ ഗ്യാസസ് ആണ്, നോബിൾ ഗ്യാസസ് ആണ്, എയ്റോജൻസ് ആണ്, സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്,
എല്ലാ പേരുകളും ഓൾമോസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. സെറ്റാക്കി വെച്ചേക്കാ, മാർഗം കൊണ്ട് കളയല്ലേ? യെസ്, കളയില്ല എന്ന് വിശ്വസിക്കുന്നു. ദാ നോക്കാം, നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഊർജം കൂടുതലുള്ളത്? കണ്ടുപിടിച്ചു, 3Dക്കാണ്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്നറിയപ്പെടുക? 16. ഇനിയിപ്പോ ഏത് ഗ്രൂപ്പ് ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ? ഈ തന്നിരിക്കുന്ന ഏത് ഗ്രൂപ്പിന്റെ പേര് ചോദിച്ചാലും പറയില്ലേ? യെസ്, പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. പോകുന്ന മുന്നോട്ട് ഇനി അടുത്തത് അണ്ടേ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തതിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാൻ പോവാണ്. താഴെ നൽകിയിട്ടുള്ളതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 88/2024 അതിനകത്ത് നമ്മൾ മുമ്പേ ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാ? 29, 30 ചെയ്തു അല്ലെ? അപ്പൊ 31, 32 ആണ്. അപ്പൊ താഴെ നൽകിയിട്ടുള്ള ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? മീഥേൻ, CH4 ഉണ്ട്, PCl5 ഉണ്ട്, പിന്നെ H2 ഉണ്ട്, CO2 ഉണ്ട്. ഇതിനകത്ത് ആരാണ് ഒക്ടറ്റ് നിയമം പാലിക്കാത്തതെന്ന് പറഞ്ഞു തരട്ടെ? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്തെന്നറിയാം. അത് PCl5 ഒക്ടറ്റ് നിയമം പാലിക്കാറില്ല. ഒക്ടറ്റ് നിയമം പാലിക്കാത്ത ആളാരാണ്? PCl5 ആണ്. സെറ്റ് അല്ലയോ? സെറ്റ് ആണെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം എന്താണ് ആൻസർ ആയിട്ട് വരിക എന്നുള്ള കാര്യം നോക്കാം. എങ്ങനെയാണ് ഈ ഒക്ടറ്റ് നിയമം പാലിക്കാത്തതെന്ന് നോക്കാം. നമുക്ക് അവിടെയൊക്കെ കടക്കും മുന്നേ ഇവിടെ നമ്മളാണെങ്കിൽ മീഥേനെയും H2വിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നോക്കാം, മീഥേനിലേക്ക് വരാം. നമുക്കിവിടെ ഒക്ടറ്റ് നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവയെ നമ്മൾ എടുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് എത്തുന്ന മാർഗം ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ CH4 എന്നാണ് മൂലകം തന്നിരിക്കുന്നത്. CH4-നകത്ത് എണ്ണത്തിൽ കുറവുള്ള ആരാണെന്ന് നോക്കുക. ഇവിടെ ആരാ എണ്ണത്തിൽ കുറവുള്ള? കാർബൺ ആണോ കുറവ്? ഹൈഡ്രജൻ ആണോ എണ്ണത്തിൽ കുറവ്? 4 ഹൈഡ്രജൻ ആണോ 1 കാർബൺ ആണോ എണ്ണത്തിൽ കുറവ് വരിക? തീർച്ചയായിട്ടും എണ്ണത്തിൽ കുറവ് കാർബൺ ആണ് അല്ലെ? കാർബൺ ആണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബണേ ഉള്ളൂ. അപ്പൊ എണ്ണത്തിൽ കുറവുള്ള ആളെ എടുക്കുക. അതാണ് നമ്മുടെ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം ആരായിരിക്കും? കാർബൺ. ഇവിടെ ആലോചിക്കുക, എക്സാമ്പിൾ ഇരിക്കുമ്പോൾ ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റത്തെ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എണ്ണത്തിൽ കുറവുള്ളത്. ഇവിടെ 1 കാർബണും ഇവിടെ എത്രയാണ്? 4 ഹൈഡ്രജനും. എണ്ണം 1 കുറവാണ്. അപ്പൊ ഒന്നുള്ള ആളാണ് സെൻട്രൽ ആറ്റം വരിക. അപ്പൊ കാർബണിനെ കിട്ടി. ഇനി കാർബണിന്റെ അറ്റോമിക് നമ്പർ അറിയണം. എത്രയാ? 6 ആണ്. ഇലക്ട്രോൺ വിന്യാസം വേണം. 2, 4 എന്ന് വരും. 2, 4 എന്ന് വരും. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കുക, ഈ 4 പേരെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം. എന്താണ്ട് കാർബണിന്റെ വാലൻസി 4 പേരെയും വേണ്ട ഞാനിവിടെ 4 ആയിട്ട് എഴുതിയിരിക്കുകയാണ്. കണ്ടോ? കാർബൺ സ്റ്റേബിൾ ആയിട്ടില്ല. കാർബൺ എന്ത് ചെയ്യാൻ പോവാ? ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പോവാ. എത്ര പേരുമായിട്ടാ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന? 4 ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോണുകൾ, അതായത് K ഷെല്ലിൽ ഒരാളെ ഉള്ളൂ. ആ ഒരാളെ ദാണ്ടെ ഇവിടെ കൊടുത്തു. ഇവിടെ ഒരു ഹൈഡ്രജൻ എത്തി. ഓക്കെ, ഇവിടെയും കൊടുത്തു, ഇവിടെയും ഒരു ഹൈഡ്രജൻ എത്തി. ഇവിടെയും കൊടുത്തു, ഇവിടെയും ഒരു ഹൈഡ്രജൻ എത്തി. ഇവിടെയും കൊടുത്തു, ഇവിടെയും ഒരു ഹൈഡ്രജൻ എത്തി. ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്ന മൂലകം സ്റ്റേബിൾ ആവുന്ന എപ്പോഴായിരിക്കും? അതിന്റെ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. K ഷെല്ലിൽ എത്ര? 2 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പം ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പം ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ അല്ലേ? ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പം ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആയില്ലേ? ആയി. ഈ ഹൈഡ്രജനും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേബിൾ ആയി. അവസാനത്തെ ഷെല്ല് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി കാർബൺ സെൻട്രൽ ആറ്റം സ്റ്റേബിൾ ആയി നോക്കാം. സെൻട്രൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് വരണം? അതിന്റെ അവസാനത്തെ ഷെല്ലായിട്ടുള്ള L ഷെല്ല് എത്ര ഇലക്ട്രോൺസ് വന്നാലേ പറ്റുള്ളൂ? 8 പേര് വരണം. ഓക്കെ, അതിനുവേണ്ടി ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. 8 പേരുണ്ടോ നോക്കാം. യെസ്, നോക്കിയേ, ഇവിടെ 2 പേരുണ്ട്, ഇവിടെയും 2 പേരുണ്ട്, ഇവിടെയും 2 പേരുണ്ട്, ഇവിടെയും 2 പേരുണ്ട്. ഇനി എണ്ണി നോക്കിയേ, ഞാൻ കാർബണിന് ചുറ്റും വരച്ചു വന്ന് എണ്ണി നോക്കിയേ, 2, 4, 6, 8. 8 ഇലക്ട്രോൺസ് ഇല്ലേ? യെസ്, കാർബൺ എന്ന് പറയപ്പെടുന്ന സെൻട്രൽ ആറ്റം 8 ഇലക്ട്രോൺസിനെ നേടി. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഹൈഡ്രജനും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജന്റെ ബാഹ്യതമ ഷെല്ലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കാർബൺ എന്ന് പറയപ്പെടുന്ന മൂലകം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് CH4 എന്ന് പറയപ്പെടുന്ന കോമ്പൗണ്ട് ഒക്ടറ്റ് നിയമം പാലിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രജനിലേക്ക് വരാം. വാട്ടറിലേക്ക് വരാം. ഹൈഡ്രജനിലേക്കല്ല, വാട്ടറിലേക്ക് വരാം. വാട്ടർ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് സെൻട്രൽ ആറ്റം, നടുക്ക് വരേണ്ട ആറ്റം എന്ന് കണ്ടുപിടിക്കണം. സെൻട്രൽ ആറ്റത്തെ എങ്ങനെ കണ്ടുപിടിക്കും? എണ്ണത്തിൽ കുറവുള്ള ആളാണ് എപ്പോഴും സെൻട്രൽ ആറ്റമായിട്ട് വരിക. ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജൻ 2 പേരും, ഓക്സിജൻ ഒരാളും. ഓക്സിജൻ അല്ലേ കുറവ്? ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഓക്സിജൻ എടുക്കുക. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 6 എന്ന് വരും. ഇവിടെ K ഷെല്ല്, ഇവിടെ L ഷെല്ല്. ഓക്കെ, 6 പേരാണ് അവസാനത്തിലുള്ളത്. തീർച്ചയായിട്ടും 2 പേരെയും കൂടെ ലഭിച്ചാൽ മാത്രമേ എന്താവത്തുള്ളൂ? നമ്മുടെ ഓക്സിജൻ സ്റ്റേബിൾ ആവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഓക്സിജനെ എടുത്ത് എഴുതുക. 6 പേരുണ്ട് കയ്യില്. 1, 2, 3, 4, 5, 6.
ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വേണ്ടി ഇരിക്കുന്നത്. എത്ര പേരുമായിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടേണ്ടത്? 2 ഹൈഡ്രജൻ ആറ്റം. ആ 2 ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടി ലോൺ പെയർസിനെ ഞാൻ ഒറ്റയ്ക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവരിതാ ബോണ്ട് ചേരുമോ നോക്കിയേ. ദേണ്ട ബോണ്ട് ചേർന്നു. ഇവിടെയും ഒരു ഹൈഡ്രജൻ വന്ന് ബോണ്ട് ചേർന്നു. ഹൈഡ്രജൻ 2 ഇലക്ട്രോൺസുമായിട്ട് സ്റ്റേബിളായി. ഈ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസോടുകൂടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഓക്സിജൻ 8 ഇലക്ട്രോൺസിനെ കിട്ടിയോ നോക്കിയേ. തീർച്ചയായിട്ടും നോക്കുക. നിങ്ങൾ എണ്ണി നോക്കിയതാണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണി നോക്കിയേ. ഇത്രയും പേരെ ഒന്ന് എണ്ണി നോക്കിയേ. 2, 4, 6, 8. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട്? 8 ഇലക്ട്രോൺസിനെ ഓക്സിജന് ലഭിച്ചു. ഓക്സിജനും എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു? ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മീഥേനും H2Oയും രണ്ടുപേരും ഒക്ടറ്റ് റൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ സിമ്പല് CO2 ആണ്. എണ്ണം കുറവുള്ള കാർബൺ. അപ്പൊ കാർബൺ ആണ് നമ്മുടെ സെൻട്രൽ ആറ്റം. കാർബണിന്റെ അറ്റോമിക സംഖ്യ 6, 2, 4 എന്ന് വരും. K ഷെല്ലും L ഷെല്ലും. ഓക്കെ, ഇനി നമുക്ക് ആ സെൻട്രൽ ആറ്റത്തിലെ ആ 4 ഇലക്ട്രോൺസിനെ എടുത്തെഴുതാം. ഏതൊക്കെയാണ്? അതാണ് 2, 3, 2, 4 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ആരാ വന്നേക്കുന്നേ? യെസ്, 2 ഓക്സിജൻ ആണ് വന്നേക്കുന്നത്. ഓക്സിജൻ വരികയാണ്. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഈസി ആയിട്ട് വരയ്ക്കാം. അതുകൊണ്ട് ഇവിടെ കാർബൺ ആണ്. കാർബൺ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 4. ഓക്കെ, ഓക്സിജന്റെ എത്ര പേരുണ്ട്? ഓക്സിജൻ എന്ന് പറയപ്പെടുന്നതിനകത്ത് നമുക്കറിയാം 2 ഓക്സിജൻ ഉണ്ട് അവിടെ. അപ്പൊ ഓക്സിജൻ എന്ന് പറയപ്പെടുമ്പോൾ ഓരോ ഓക്സിജന്റെ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ 2, 6 ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ K ഷെല്ല്, L ഷെല്ല്, 6 പേരുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഓക്സിജൻ എഴുതുകയാണ്. ഓക്സിജന്റെ ബാലൻസ് ഷെല്ലിൽ 2, 4, പിന്നെന്താണ് 2, 4, പിന്നെന്താണ് പിന്നെയുള്ള 2 പേരെയും കൂടെ ചേർത്ത് 6 പേരായിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ ഓക്സിജൻ 2 ഓക്സിജൻ ഉണ്ട്. ഒന്നാമത്തെ ഓക്സിജന്റെ കാര്യമാണ് കഴിഞ്ഞ. അടുത്ത ഓക്സിജൻ എടുക്കുന്നു. 2, 4, 6. ഓക്കെ, ഓക്സിജൻ എന്ന് പറയപ്പെടുന്ന മൂലകം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം 8 ഇലക്ട്രോൺസുമായിട്ട്. നോക്കിയേ, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? കാർബണിൽ നിന്ന് കൂടി വാങ്ങിച്ച ശേഷം എന്താവുന്നു? 8 പേരാവുന്നു. 2, 4, 6, 8 പേരായി. ഇവിടുത്തെ ഓക്സിജൻ 8 പേരായി. നോക്കിയേ, 2, 4, 6, 8 പേരായി. ഇനി നമ്മുടെ കാർബൺ സെൻട്രൽ ആറ്റം 8 പേരെ വഹിച്ചോ നോക്കിയേ. 2, 4, 6, 8. കണ്ടോ? ഒക്ടറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ PCl5 ആണ്. PCl5 ഒക്ടറ്റ് റൂള് അനുസരിച്ചിട്ടുണ്ടോ നോക്കാം. തീർച്ചയായിട്ടും ഫോസ്ഫറസ് എന്ന് പറയപ്പെടുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പൊ 2, 8, 5 എന്ന് വരും. KLM M ഷെല്ല് 5 പേരാണുള്ളത്. 5 പേര് വന്നിരിക്കുകയാണ്. ഈ 5 പേരും എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, 1, 2, 3, 4, 5. 5 പേര് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ നിൽക്കുകയാണ്. ക്ലോറിൻ എത്ര പേരുണ്ട് ഇവിടെ? 5 പേരുണ്ട്. ക്ലോറിൻ 5 അല്ലെ. PCl5 ആണ്. അപ്പൊ PCl5 എന്ന് പറയുമ്പോൾ 5 ക്ലോറിൻ ഉണ്ട്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 17 ആണ്. അപ്പൊ 2, 8, 7 എന്ന് വരും. ശ്രദ്ധിച്ചിരുന്നോ? 2, 8, 7. അവസാനത്തെ ഷെല്ല് 7 പേരുണ്ട് ക്ലോറിന്. അപ്പൊ ഓരോ ക്ലോറിലും അവസാനത്തെ ഷെല്ല് 7 പേരുണ്ടെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ അതാ ശ്രദ്ധിച്ചോ, ഇവിടെ ക്ലോറിനെ നമ്മൾ എഴുതാൻ പോവാണ്. 2, 4, 6, 1, 7. ഓക്കെ ആണ്. അപ്പൊ ക്ലോറിനിൽ എത്ര പേരായി? ക്ലോറിനോടെ 8 പേരാക്കിയിട്ടുണ്ട്. ഫോസ്ഫറസ് 8 പേരാക്കുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്ലോറിന് വരയ്ക്കാം. 2, 4, 6, 7. ഓക്കെ, അടുത്ത ക്ലോറിനെ വരയ്ക്കാം. 2, 4, 6, 7. അടുത്ത ക്ലോറിനെ വരയ്ക്കാം. 2, 4, 6, 7. ക്ലോറിനിലേക്ക് വന്നേ. ഇവിടെയും എങ്ങനെ വരയ്ക്കും? യെസ്, 2, 4, 6. ദേ ഒരാളെയും കൂടെ വരച്ച് 7. നോക്കിയേ, നമ്മുടെ ഫോസ്ഫറസ് എന്ന് പറയപ്പെടുന്ന മൂലകത്തിലേക്ക് വരിക. എത്ര പേരാണ്? 2, 4, 6, 8, 10 ഇലക്ട്രോൺസ് ആർക്കുണ്ട്? നമ്മുടെ ഫോസ്ഫറസിനുണ്ട് എന്ന് ഓർത്ത് വെച്ചു. ഞാൻ വരച്ചിനകത്ത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. 10 പേരുണ്ട്. ഒക്ടറ്റ് റൂള് പാലിച്ചിട്ടുണ്ടോ ഫോസ്ഫറസ് എന്ന് പറയപ്പെടുന്ന സെൻട്രൽ ആറ്റം എന്ത് പാലിച്ചിട്ടില്ല? ഒക്ടറ്റ് റൂള് പാലിച്ചിട്ടില്ല. ഫോസ്ഫറസിന് കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 ഇലക്ട്രോൺസ് വരികയാണ്. ഈ ഒരു രീതിയിൽ മാത്രമേ ബോണ്ടിങ്ങിൽ ആർക്ക് ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ? നമ്മുടെ PCl5 ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ PCl5 എന്ന് പറയപ്പെടുന്നത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം ഓർത്ത് വെക്കുക. അതായത് ഒക്ടറ്റ് റൂൾ അനുസരിച്ചിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ലെന്നല്ല, ഒക്ടറ്റ് റൂൾ അനുസരിക്കാത്ത മൂലകമാണ് ഇത് PCl5. ഇത്രയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഏതൊക്കെയാണ് ആയതും അല്ലാത്തതെന്ന് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണ്. നമുക്ക് ആൻസറിലേക്ക് വരാം. ആൻസർ PCl5 ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തമാണ്. ഓക്കെ, 2, 3 വട്ടം ഒന്ന് കണ്ടൊന്നും സെറ്റാക്കി വെച്ചേക്കുക. ഇനി ഇതല്ല ഹൈബ്രിഡൈസേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്തേക്ക് വന്നാൽ sp3 ആണോ sp2 ആണോ കണ്ടുപിടിക്കില്ലേ? അപ്പം
ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാൻ സാധിക്കുന്നതാണ്. അപ്പൊ ക്ലാസ്സിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ പരമാവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി STPയിൽ 2 മോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വ്യാപ്തം കാണുക. STP ആണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രശ്നമാണ്. അത് 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? വ്യാപ്തം കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം നമ്മുടെ STPയിൽ ചെയ്യുന്ന 1 മോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാതകം 1 മോളിന്റെ STPയിൽ ചെയ്യുന്ന 1 മോളിന്റെ വ്യാപ്തം, മോളാർ വ്യാപ്തം എത്രയാണ് പഠിച്ചിട്ടുള്ളത്? യെസ്, അത് 22.4 ലിറ്റർ ആണെന്ന് നമുക്ക് ബൈഹാർട്ടാണ് അല്ലെ. STPയിൽ ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോൾ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണ്. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ എത്ര? അതിന്റെ ഇരട്ടിയാണ്, 44.8 ലിറ്റർ. എത്രയാ? 44.8 ലിറ്റർ. അവിടെ കണക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ, 2 മോൾ എന്ന് പറഞ്ഞാൽ STPയിൽ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എത്ര വരും? 44.8 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിച്ച് അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഇവിടെ മോളാർ വ്യാപ്തം തന്നിട്ടുണ്ട്. എന്താണ് STP എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. താപനില 273 കെൽവിനും മർദ്ദം 1 atm ആയും സ്ഥിരപ്പെടുത്തിയാൽ STP എന്ന് പറയും. ഓക്കെ, അപ്പോൾ 273 കെൽവിൻ ടെമ്പറേച്ചറിനെയും 1 atm മർദ്ദത്തെയും അറിയപ്പെടുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ താപനില 273 കെൽവിനായും മർദ്ദം 1 atm ആയി സ്ഥിരപ്പെടുത്തിയാൽ അത് STP എന്നറിയപ്പെടുന്നു, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ആയി അറിയപ്പെടുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 1 മോൾ ഏതൊരു വാതകത്തിനും STPയിലുള്ള ഇതാണ് ശ്രദ്ധിക്കുക, STPയിലുള്ള 1 മോൾ ഏതൊരു വാതകത്തിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. STPയിൽ 1 മോൾ ഏതൊരു വാതകത്തിനും 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും. 1 മോളാണ് പറഞ്ഞ 1 മോള്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ 22.4 ലിറ്റർ എന്ന് പറയപ്പെടുന്നതിനെയാണ് മോളാർ വ്യാപ്തം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. മോളാർ മാസ് കണ്ടുപിടിക്കാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന മാസ്, മോളുകളുടെ എണ്ണവും വ്യാപ്തവും ഒക്കെ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ 2 മോൾ വരുമ്പോഴും 3 മോൾ വരുമ്പോഴും ഒക്കെ വ്യാപ്തം എത്രയാകുമെന്ന് കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടി ഒരു ഭാഗം കൂടി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി വരാം. നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് വരാം. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം കണ്ടുപിടിച്ചു. ഏതാണ്? PCl5 ആണ്. STPയിൽ 2 മോൾ ഹൈഡ്രജൻ കണ്ടോ, 1 മോൾ 22.4 ലിറ്റർ ആണെങ്കിൽ 2 മോൾ എത്രയാണ്? 44.8 ലിറ്റർ. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാം, 2 മോൾ കഴിഞ്ഞിട്ട് 0.5 ചോദിക്കാം, അതായത് 1/2 മോള് ചോദിക്കാം, 1/4 ഭാഗം ചോദിക്കാം. ഇതെല്ലാം ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ 1 മോളിന്റെ കാര്യം പറഞ്ഞു, 1/2 ചോദിക്കും. 1/2 ചോദിക്കുമ്പോൾ ഇത്രയും വരെ വാല്യൂസ് ഓർത്ത് വെച്ചേക്കുക. 1 മോളുണ്ട്, ഇവിടെ 2 മോളുണ്ട്, 1/2 മോളിന്റെ കാര്യമുണ്ട്. ഇനി അതും കഴിഞ്ഞിട്ട് 5 പോയിന്റ് വരും, അതുകൂടെ ശ്രദ്ധിച്ചു വെച്ചേക്കുക കേട്ടോ. 5.6 മറ്റു വാല്യൂ വരുന്ന ഒരെണ്ണം കൂടി ഉണ്ട്. എന്ത് ചെയ്യുക? അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. 0.25 എന്നൊക്കെ ആയിരിക്കും മോളുടെ എണ്ണം കൊടുക്കുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് ചിന്തിച്ച് വെച്ചേക്കുക. ഏത് വന്നാലും ചെയ്യുക. 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും വ്യാപ്തം നിങ്ങൾക്ക് അറിയാമല്ലോ. 1 മോളിന്റെ എത്രയാണ്? 22.4 ലിറ്റർ. സെറ്റ്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്തത് നമ്മൾ ഇത് ചെയ്ത് നോക്കുകയാണ് അല്ലേ? ചെയ്ത് നോക്കുകയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? അപ്പോ ഏത് നിയമമാണ് ഒരു ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ദ്രാവകത്തില് എന്ത് ചെയ്യാണ്? ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്ന നിയമം ഏതെന്നാണ് ചോദിച്ചത്. ഇവിടെ ഡാൾട്ടൺസ് നിയമമുണ്ട്, ചാൾസ് നിയമമുണ്ട്, അവഗാഡ്രോ നിയമമുണ്ട്, ഹെൻറീസ് നിയമമുണ്ട്. നമുക്കറിയാം ചാൾസ് നിയമം ഇതുമായിട്ട് ബന്ധമില്ല എന്നറിയാം, അവഗാഡ്രോ നിയമത്തിനും ഇതുമായിട്ട് ബന്ധമില്ല എന്നറിയാം. പിന്നെ ഡാൾട്ടൺസ് നിയമം അത് വാതക നിയമം തന്നെയാണ്, പക്ഷെ അത് വാതകത്തിന്റെ ലയനത്തെ കുറിച്ച് പറയുന്ന അല്ല എന്നറിയാം. ഇവിടെ ആൻസർ ഏതാണ്? ഒരു ദ്രാവകത്തിലുള്ള വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത് ഹെൻറീസ് ലോ ആണ്. ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മുടെ ലായനി എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണിത്. ഏത് നിയമത്തിലാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഹെൻറീസ് ലോ ആണ്. ലോ നോക്കൊന്ന് വായിച്ചു നോക്കാം. വന്നേ, ഹെൻറീസ് ലോ നോക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ ശ്രദ്ധിച്ചോളുക. സ്ഥിര താപനിലയിൽ ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വാതകത്തിന്റെ അളവ് ആ വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതമാണ് എന്ന് പറയുന്ന ലോ ആണ് ഇത്? ഹെൻറീസ് ലോ. അതുപോലെ ബൈഹാർട്ട് ലോ ആകുമ്പോൾ നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യമല്ല. അടിപൊളിയായിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ സ്ഥിര താപനിലയിൽ ഒരു ദ്രാവകത്തിൽ ലയിക്കുന്ന വാതകത്തിന്റെ അളവ് ആ വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതത്തിലാണ് എന്ന് പറയുന്ന ലോയാണ് ഏത്? നമ്മുടെ ഹെൻറീസ് ലോ. അതിന് ഉദാഹരണം നോക്കാം. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ, അതായത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയപ്പെടുന്നത് ഉയർന്ന മർദ്ദത്തിൽ ലയിപ്പിക്കുന്നു. സോഡയുടെ നിർമ്മാണം ആലോചിച്ചാൽ മതി. അത് ഏത് ലോയാണ്? ഹെൻറീസ് ലോയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉയർന്ന മർദ്ദത്തിൽ ലയിപ്പിക്കുന്നു. അതിന്റെ ലയനവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറീസ് ലോയാണ്. ഇനി സസ്യങ്ങൾ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട നിത്യജീവിതവുമായി ബന്ധപ്പെട്ട 2 എക്സാമ്പിൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോട്ടെ. യെസ്, മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമ്മുടെ ആൻസർ ശരിയാണോ നോക്കാം. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഹെൻറീസ് നിയമമാണ്. ഏതാണ്? ഹെൻറീസ് ലോ ആണ്. സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതായിരിക്കും വരിക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം മൊബൈൽ ഫോണുകളിൽ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് റീചാർജബിൾ അല്ലാത്ത ബാറ്ററി അല്ല, റീചാർജ് ചെയ്യുന്ന ബാറ്ററി തന്നെയാണ്. അപ്പൊ നമ്മൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചാർജ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതെ. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററി അല്ല. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആയിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ്? റീചാർജബിൾ അല്ലാത്തല്ല, റീചാർജ് ചെയ്യുന്നവ തന്നെയാണ്. അപ്പൊ ഈ 2 ആൻസറുകൾ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കണം. നിക്കാഡ് സെല്ലും ഉണ്ട്, മെർക്കുറി സെല്ലും ഉണ്ട്. 2-ൽ ഒന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ ശ്രദ്ധിക്കുക. അത് മെർക്കുറി സെല്ലാണ്. ഏതാണ്? മെർക്കുറി സെല്ല്. നിക്കാഡ് സെൽ എന്ന് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു നിക്കൽ കാഡ്മിയം സെല്ലിനെ ഒരുമിപ്പിച്ചിട്ടാണ് നിക്കാഡ് സെൽ എന്ന് കൊടുത്തേക്കുന്നത്. നിക്കൽ കാഡ്മിയം സെല്ലില്ലേ, അതിനെയാണ് നിക്കാഡ് സെല്ല് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? മെർക്കുറി സെല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. നിക്കൽ കാഡ്മിയം സെല്ലിനെയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതുന്ന നിക്കല്, അതുപോലെ ഇപ്പൊ CD കാഡ്മിയം സെല്ല് എന്ന് പറഞ്ഞതായിരിക്കും നിക്കാഡ് സെൽ എന്ന് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിക്കൽ കാഡ്മിയം സെല്ലാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നിക്കൽ കാഡ്മിയം സെല്ലും നമ്മുടെ എന്താണ്? റീചാർജബിൾ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് നമുക്കറിയാം. നിക്കൽ കാഡ്മിയം സെല്ലല്ലേ ഇതിന് മുന്നേ യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററിയും ആവില്ല, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും ആവില്ല, നിക്കൽ കാഡ്മിയം സെല്ലും അല്ല. അപ്പൊ മെർക്കുറി സെൽ എന്ന് പറയപ്പെടുന്ന റീചാർജബിൾ അല്ലാത്ത ബാറ്ററിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാ? മെർക്കുറി സെല്ലാണ്. ഏതാണ്? മെർക്കുറി സെല്ലാണ്. പുസ്തകത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിവിധതരം സെല്ലുകൾ എന്നും പറഞ്ഞ് ഒരു ഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സെല്ലുകളൊക്കെ ഒന്ന് വായിച്ചു പഠിച്ചാലോ? നമുക്ക് നോക്കി വെച്ചേക്കാം. എന്തായാലും എക്സാം വരാൻ പോലെ ഓർത്ത് വെച്ചേക്കാം. പ്രധാനമായും എത്ര തരം സെല്ലുകളുണ്ട്? 2 തരം സെല്ലുകളുണ്ട്. ഒന്ന് പ്രൈമറി സെല്ലും ഉണ്ട്, സെക്കൻഡറി സെല്ലും ഉണ്ട്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോകാം. പ്രൈമറിയിലേക്ക് കാര്യങ്ങൾ നോക്കാം. പ്രൈമറി സെല്ലിലേക്കാണ് വരുന്നത്. പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യോർജം കുറച്ചു കഴിയുമ്പോൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ സെല്ലുകൾ നിർവീര്യമാവും. ഇതാണ് പ്രൈമറി സെല്ലുകളുടെ പ്രത്യേകത. പ്രൈമറി സെല്ലുകളിൽ എന്താണ്? രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യോർജം ഉപയോഗിച്ചു കഴിയുമ്പോൾ സെല്ലുകൾ എന്താവും? നിർജീവമാകും. സെല്ലുകളെ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ പ്രൈമറി സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വരാം. താഴെ തന്നിരിക്കുന്നില്ല പ്രൈമറി സെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. ഓർത്ത് വെക്കുക, പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായിട്ട് വൈദ്യോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തീർന്നു പോകുമെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇത്തരം സെല്ലുകളെ വീണ്ടും റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം പഠിച്ചു വെക്കുക. ഡ്രൈ സെല്ല്. ഈ ഡ്രൈ സെല്ല് എന്നറിയാമോ? അതാണ് ഈ സാധനമാണ് നമ്മുടെ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്തില്ലേ? അതെ, ഡ്രൈ സെല്ല്. ബട്ടൺ സെല്ല്, മറ്റേ വാച്ചിൽ യൂസ് ചെയ്യുന്നതാണ് ഈ സാധനം. ബട്ടൺ സെല്ല് എന്നിവയൊക്കെ എന്താണ്? പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. ക്ലോക്കിലൊക്കെ ഒരിക്കൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചു കാലം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബാറ്ററി കളഞ്ഞ് വേറെ വാച്ച് ഉണ്ടായോ? വേണം. വാച്ചിലൊക്കെ അങ്ങനെയല്ലേ? കുറെ കാലമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ വാച്ച് ഓടാതെ വരുമ്പോൾ നമ്മൾ ബാറ്ററി മാറിയിടാറില്ലേ? അപ്പൊ അതാലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ക്ലോക്കുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലാണ്. വാച്ചുകളിൽ ആണ് ഞാൻ പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ബട്ടൺ സെല്ലാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. സെറ്റ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു പ്രൈമറി സെല്ല്. ഇനി സെക്കൻഡറി സെല്ലുകളിലേക്ക് വരാം. സെക്കൻഡറി സെല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് കേട്ടോ. സെക്കൻഡറി സെല്ലുകൾ ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനാവും കേട്ടോ. സെക്കൻഡറി സെല്ലുകൾ ചാർജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി സെല്ലാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ല്. അപ്പൊ ലെഡ് ആസിഡ് സെല്ല് ആസിഡ് ഏതാ?
സൾഫ്യൂരിക് ആസിഡ് ശരിയാണ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ്, ലെഡ് തുടങ്ങി പറഞ്ഞ ലെഡ് ആസിഡ് സെല്ല് കണ്ടോ, ഇത് വാഹനങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? യെസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതെന്താണ്, റീചാർജബിൾ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിക്കൽ കാഡ്മിയം സെല്ല്, അതിന് അവര് നിക്കാഡ് സെല്ല്, ഇതാണ് നിക്കാഡ് കണ്ടോ, നിക്കാഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല് എന്ന് പറയപ്പെടുന്നതും എന്താണ്, റീചാർജബിൾ ആണ്. സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന സെക്കൻഡറി സെല്ലുകളിൽ ഒന്നാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. നമ്മുടെ ഒരു അവയവമല്ലേ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, ലിഥിയം അയോൺ ബാറ്ററികൾ ഉണ്ട്. ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണേ. അതെ, സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ശ്രദ്ധിക്കണേ, അവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള ഉപകരണങ്ങളുടെ ഊർജ്ജ സ്രോതസ്സായിട്ട് ആരെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ എന്താണ്, ലിഥിയം അയോൺ ബാറ്ററി. ഇതിൽ പോയിന്റ് വരും, ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതാന്ന് ചോദിക്കും. ആൻസർ ഏതാണ്, അത് നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പൊ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. ഇലക്ട്രിക് വാഹനം ആകുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നേ ഏതാ എന്നൊരു ചിന്ത വരത്തില്ലേ, കാരണം നിങ്ങളുടെ മനസ്സിൽ വേറൊരു സെല്ല് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ആൻസർ ഏതാണ്, ലിഥിയം അയോൺ ബാറ്ററിയാണ് കേട്ടോ, ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഓക്കെ, പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയാം. ശ്രദ്ധിച്ചോ, ഉപകരണങ്ങളും കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നത് ഉയർന്ന ഊർജ സാന്ദ്രത, ദൈർഘ്യമേറിയ ആയുസ്, കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്ക് എന്നീ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ചോദ്യം വരാം, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററികൾക്ക്, ലിഥിയം അയോൺ ബാറ്ററികളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ശരിയായത്? അതായത് എന്ത് വരാം, ഉയർന്ന ഊർജ സാന്ദ്രത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ദൈർഘ്യമേറിയ ആയുസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്കാണ്. ഇത് ഇത്രയുമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ബഹിരാകാശ പേടനങ്ങളിലെ ഊർജ്ജ സംവിധാനത്തിലെ ഒരു നിർണായക ഘടകമായ ഉപഗ്രഹ ബാറ്ററിയായും ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കുന്നു. ഇവിടുന്ന് ചോദ്യം വരാം, ഉപഗ്രഹ ബാറ്ററിയായും ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. അപ്പൊ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും പിന്നെ ഉപഗ്രഹ ബാറ്ററി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ലിഥിയം അയോൺ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് പോകണം, ഇവിടുന്ന് ചോദ്യം ഉണ്ടാവും. ഒക്കെയാണ്, യെസ്, ഉറപ്പിച്ച് പറയുന്നു. പോകാണ് മുന്നോട്ട്. ഇനി നമുക്ക് ഇന്ധന സെല്ലുകളെയും കൂടെ പരിചയപ്പെടാം. ഇന്ധന സെല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ, മീഥേൻ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നവയാണ് ഇന്ധന സെല്ലുകൾ എന്ന് പറയുന്നത്. നോക്കാം, ഹൈഡ്രജൻ, മീഥേൻ, മെഥനോൾ. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം, ഹൈഡ്രജൻ, മീഥേൻ, മെഥനോൾ. ഇപ്പൊ എഥനോൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, എഥനോളൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ ഹൈഡ്രജനും മീഥേനും മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന രാസോർജത്തെ വൈദ്യോർജമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാൽവനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഹൈഡ്രജൻ, മീഥൈൻ, പിന്നെ ആരാണ്, മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായിട്ട് ഉണ്ടാകുന്ന രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാൽവനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ. അപ്പോൾ ഗാൽവനിക് സെല്ലുകൾ നടക്കുന്ന ഊർജ്ജമാറ്റം ചോദിക്കാം. എന്താണ്, രാസോർജത്തെ അവ വൈദ്യോർജമാക്കി മാറ്റുകയാണ് എന്ന് പഠിച്ചോളുക. അപ്പം ഇന്ധന സെല്ലുകളുടെ വേറൊരു പേരാണ് എന്ത്, ഗാൽവനിക് സെല്ല്. ഇന്ധനം നൽകുന്നിടത്തോളം സമയം ഇത്തരം സെല്ലുകൾ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഉയർന്ന കാര്യക്ഷമതയോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ഇന്ധന സെല്ലുകളുടെ ഒരു മേന്മയാണ്. അപ്പൊ ഇന്ധന സെല്ലുകളുടെ മേന്മ എന്താണ്, ഉയർന്ന കാര്യക്ഷമതയോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് അവയുടെ ഇന്ധന സെല്ലുകളുടെ ഒരു മേന്മയായിട്ട് കരുതുന്നത്. അപ്പൊ ഇന്ധന സെല്ലുകളിൽ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, അപ്പൊ ഗാൽവനിക് സെല്ലുകൾ എന്നൊരു വേറൊരു പേരുണ്ട്. അവിടെ എന്താ നടക്കുന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ആണല്ലോ. നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററി കൂടി നമുക്ക് നോക്കാം. ലിഥിയം അയോൺ ബാറ്ററി. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തന തത്വം കൂടെ നോക്കാം. അപ്പൊ ശ്രദ്ധിച്ചോ, ലിഥിയം അയോൺ ബാറ്ററികളുടെ പ്രവർത്തന തത്വം ലിഥിയം അയോണുകളുടെ ചലനമാണ്. ലിഥിയം അയോണുകളുടെ എന്താണ്, ചലനമാണ്. ലിഥിയം അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിനും അതായത് കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡിനും ആനോഡിനും ഇടയിൽ ഒരു ദ്രാവക ജെൽ പോളിമർ ഇലക്ട്രോലൈറ്റിലൂടെ ചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചോളുക. പ്രവർത്തന തത്വമാണ്, ലിഥിയം അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിനും നെഗറ്റീവ് ഇലക്ട്രോഡിനും ഇടയിൽ ഒരു ദ്രാവക ജെൽ അല്ലെങ്കിൽ പോളിമർ ഇലക്ട്രോലൈറ്റിലൂടെ ചലിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നീങ്ങുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് വീഴാം. ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നീങ്ങുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. ഈ പ്രക്രിയ മുഖേന ബാറ്ററികൾക്കുള്ളിൽ വൈദ്യുതോർജ്ജം സംഭരിക്കാൻ കഴിയുന്നു.
ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ തിരിച്ച് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് തിരികെ നീങ്ങുന്നു. കണ്ടോ, നമ്മൾ ബാറ്ററി എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ലിഥിയം അയോണുകൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് തിരികെ നീങ്ങുന്നു. ഇത് ഉപകരണങ്ങളിലേക്ക് വൈദ്യോർജ്ജം പുറപ്പെടുവിക്കുന്നു. ഓക്കെയാണ്. ലിഥിയം അയോൺ ബാറ്ററികളുടെ വികസനത്തിന് നൽകിയ സംഭാവനകൾക്കായിട്ട് സ്റ്റാൻലി വിറ്റിംഗ്ഹാം, സ്റ്റാൻലി വിറ്റിംഗ്ഹാം, ജോൺ ബി ഗുഡ്നഫ്, സ്റ്റാൻലി വിറ്റിൻഹാം, ജോൺ ബി ഗുഡ്നഫ്, പിന്നെ അരിക യോഷിനോ, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള പേരായിരിക്കും അല്ലെ. ഓർത്ത് വെച്ചാൽ അരിക യോഷിനോ എന്നിവർക്ക് 2019 എന്ത് കിട്ടി, നൊബേൽ സമ്മാനം ലഭിച്ചതായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററികളുടെ വികസനത്തിന് നൽകിയ സംഭാവനകൾക്ക് ആർക്കൊക്കെയാണ്, സ്റ്റാൻലി വിറ്റിംഗ്ഹാമിനും ജോൺ ബി ഗുഡ്നഫിനും, പിന്നെ ആരാണ്, അരിയോ യോഷിനോ. ഓർത്ത് വെച്ചുക, അരിക യോഷിനോ എന്നിവർക്ക് 2019 നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം, മറക്കല്ലേ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കേണ്ട, രസാന്തര നൊബേൽ ലഭിച്ചോട്ടോ, രസാന്തര നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായും നോക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നാൽ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അല്ലെ. മോൺസ് പ്രക്രിയ നോക്കിയേ, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? നോക്കിയേ, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുള്ള ആൾക്കാർ പുസ്തകത്തിലുള്ള ആൾക്കാരെയാണ് കൊടുത്തേക്കുന്നത്. നിക്കലുണ്ട്, സിർക്കോണിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട് അല്ലെ. കോപ്പറിന്റെ നിർമ്മാണവും അയണിന്റെ നിർമ്മാണവും ഒക്കെ നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. കോപ്പറിനെ വൈദ്യുത വിശ്ലേഷണം വഴി നമ്മൾ നിർമ്മിച്ചു, അയണിനെ ബ്ലാസ്റ്റ് ഫർണസ് വഴി നമ്മൾ നിർമ്മിച്ചു. സിർക്കോണിയം പുസ്തകത്തിലുണ്ട്. സിർക്കോണിയം എങ്ങനെയാണ്, വാൻ ആർക്കൽ മെത്തേഡ് ആണ് അല്ലെ. വാൻ ആർക്കൽ, സിർക്കോണിയം, ടൈറ്റാനിയം എന്നിവയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാ പഠിച്ചത്, വാൻ ആർക്കൽ മെത്തേഡ് പഠിച്ചവരാണ് നമ്മൾ. അപ്പൊ ആൻസർ ഏതാ, യെസ്, മോൺസ് ആണ്. അപ്പൊ മോൺസ് പ്രക്രിയ വഴിയാണ് ആരെ ശുദ്ധീകരിക്കുന്നത്, നിക്കലിനെ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്കലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക, മറന്നു പോകരുത്. അപ്പൊ അതാണ് ശ്രദ്ധിക്കുക. നമുക്ക് മറ്റ് മൂലകങ്ങളുടെയും കൂടി ഒന്ന് നോക്കിയേക്കാം. മൂലകം മാത്രമല്ല, പ്രധാനമായും ചോദിക്കുന്ന കുറച്ചുപേരെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. അതിൽ ആദ്യം തന്നെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ എല്ലാവർക്കും അറിയാം, ബോഷ് പ്രോസസ് ആണ്. ഏതാണ്, ബോഷ് പ്രോസസ് ആണ്. ക്ലോറിന്റെ ഏതാ, ഡീക്കൺസ് പ്രോസസ് ആണ്. ക്ലോറിന്റെ ഏതാണ്, ഡീക്കൺസ് പ്രോസസ്. അപ്പൊ ഹൈഡ്രജന്റെ ഏതാ, ബോഷ് പ്രോസസ് ആണ്. അതോടൊപ്പം തന്നെ ക്ലോറിന്റെ ഡീക്കൺസ് പ്രോസസ് ആണ്. സോഡിയം എല്ലാവർക്കും അറിയാം, സോഡിയം എസിൽ തുടങ്ങുമ്പം അത് ഡൗൺസ് പ്രോസസ് ആണ്. സോഡിയം ഡൗൺസ് പ്രോസസ്, സോഡിയത്തിന്റെ ഏതാണ്, ഡൗൺസ് പ്രോസസ് ആണ്. അടുത്തത് മാഗ്നീഷ്യത്തിനാണ് ഡൗ പ്രോസസ്. തെറ്റല്ലേ, സോഡിയം ആണ് ഡൗൺസ്, മാഗ്നീഷ്യം ആണ് ഡൗ കേട്ടോ. മാഗ്നീഷ്യത്തെ നിർമ്മിക്കുന്ന വേറെയും പ്രോസസ്സുകളുണ്ട്. നമുക്കറിയാം, മാഗ്നീഷ്യം ക്ലോറൈഡിൽ നിന്നും മാഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന, കടൽ ജലത്തിൽ നിന്നും മാഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ് ഇലക്ട്രോളിസിസ് ആണ്, വൈദ്യുത വിശ്ലേഷണമാണെന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇത് മാഗ്നീഷ്യത്തെ നിർമ്മിക്കുന്ന പ്രോസസ്സാണ്, ഇത് ഡൗ പ്രോസസ്സ്. അമോണിയ എല്ലാവർക്കും അറിയാം, ഏതാ, ഹേബർ പ്രോസസ് ആണ്. അമോണിയയുടെ ബോഷ് ഹേബർ പ്രോസസ് എന്നാണ് അറിയപ്പെടുക. ബോഷ് ഹേബർ പ്രോസസ്സ്, ബോഷും ഹേബറോട് ചേർന്നാണ് അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ കണ്ടെത്തിയത്. അതുകൊണ്ട് ബോഷ് ഹേബർ പ്രോസസ് എന്നാണ് അറിയപ്പെടുക. ഹേബർ പ്രോസസ് ആണ് PSC എപ്പോഴും ഓപ്ഷൻ ഇടാറുള്ളത്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ് ആണ്, മലയാളം സമ്പർക്ക പ്രക്രിയ. അപ്പൊ കോണ്ടാക്ട് പ്രോസസ്സിന്റെ മലയാളം എന്താണ്, സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രോസസ് ആണ്. അടുത്ത ഏതാണ്, അടുത്ത നമ്മുടെ നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. നൈട്രിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയ ഏതാണ്, ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. നിക്കൽ എന്ന് വെച്ചാൽ മോൺസ്, ഓൾറെഡി പഠിച്ചു. മോൺസ് പ്രക്രിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അലൂമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയ ഹാൾ ഹെറൗൾഡ് പ്രോസസ്. ഹാൾ ഹെറൗൾഡ് പ്രോസസ്, അലൂമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഇത്, ഹാൾ ഹെറൗൾഡ് പ്രോസസ്. വാഷിംഗ് സോഡ ആണെങ്കിലോ, വാഷിംഗ് സോഡ എന്താണ്, Na2CO3 പറഞ്ഞോ, Na2CO3 പറഞ്ഞോ, 10H2O എന്ന് വിളിക്കുന്ന ആരാണ്, നമ്മുടെ വാഷിംഗ് സോഡ. വാഷിംഗ് സോഡയുടെ നിർമ്മാണ പ്രക്രിയയാണ് സോൾവേ പ്രോസസ്. ഏതാണ്, സോൾവേ പ്രോസസ്. അപ്പൊ ഹൈഡ്രജൻ ബോഷ് പ്രോസസ് ആണ്, ക്ലോറിൻ ഡീക്കൺസ് പ്രോസസ്, സോഡിയം ഡൗൺസ് പ്രോസസ്, മാഗ്നീഷ്യം ഏതാണ്, ഡൗ പ്രോസസ്, അമോണിയ ഹേബർ പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ്, നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്, നിക്കൽ മോൺസ് പ്രോസസ്, അലുമിനിയം ഹാൾ ഹെറൗൾഡ് പ്രോസസ്, വാഷിംഗ് സോഡ സോൾവേ പ്രോസസ്. ടൈറ്റാനിയത്തെ സിർക്കോണിയത്തേക്കും ശുദ്ധീകരിക്കുന്ന പ്രോസസ് വാൻ ആർക്കൽ മെത്തേഡ്. ഏതാണ്, വാൻ ആർക്കൽ മെത്തേഡ്. കുറച്ചധികം പ്രോസസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്,
അതാണ്ട് ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? ശ്രദ്ധിക്കുക, പ്രാഥമിക ഹരിതഗൃഹവാതകം എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോളുക. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്. ആൻസർ ഏതാണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. യാതൊരുവിധ ഡൗട്ടും ഇല്ലാതെ എല്ലാവർക്കും പറയാൻ സാധിക്കുന്നവയാണ്. പക്ഷെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും നമ്മുടെ അന്തരീക്ഷത്തിലുള്ളവരല്ലേ? നോക്കിക്കേ, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങളെ എന്ത് വിളിക്കണം? നോ AC എന്നാ പഠിച്ചു വെച്ചേക്കുന്നേ. ഒന്നാം സ്ഥാനം നൈട്രജൻ, എത്രയുണ്ട്? 78%, 78.09%. രണ്ടാം സ്ഥാനം ഓക്സിജൻ, എത്ര ശതമാനം? 20.95%, 21%. മൂന്നാം സ്ഥാനത്ത് ആർഗൺ ആണ്. ആർഗൺ എത്ര ശതമാനം? 0.93%. നാലാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ശതമാനം? 0.04% ആണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. 0.03% ആയിരുന്നു നേരത്തെ. ഇപ്പൊ അത് എത്ര ആയിട്ട് കൂടിയിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അളവ് 0.04% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ 4 പേരും ഓപ്ഷനിലുണ്ട്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന എല്ലാവരും ഓപ്ഷനിൽ കിടന്നുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഹരിതഗൃഹവാതകങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. യെസ്, നോക്കിയോ, പുസ്തകത്തില് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. ഓക്കെ, ഇതേണ്ടേ നമ്മുടെ പുസ്തകത്തില് ഹരിതഗൃഹവാതകങ്ങൾ ആഗോള താപനത്തിലുള്ള പങ്ക് എന്ന് പറഞ്ഞ പുതിയ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടാണ്, ഒരു പൈ ചാർട്ടാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൈ ചാർട്ടിനകത്ത് ആരൊക്കെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, മറ്റുള്ളവ നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, ഇത്രയും പേരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര? 55% കൊടുത്തിരിക്കുന്നത് കാണാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ 10 മുതൽ 24% വരെ ഉണ്ട്. മീഥേൻ 15%, നൈട്രസ് ഓക്സൈഡ് എത്ര? 6%, മറ്റുള്ളവ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് ഹരിതഗൃഹവാതകങ്ങളും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം, അതൊരു ഹരിതഗൃഹവാതകമാണ്. അത് ആഗോള താപനത്തിന് കാരണമാക്കുന്ന എത്ര ശതമാനം? 55%. അപ്പോ ഹരിതഗൃഹവാതകങ്ങളിൽ ഒന്നായ കാർബൺ ഡൈ ഓക്സൈഡിന് ആഗോള താപനത്തിലുള്ള പങ്ക് എത്ര ശതമാനം? 55%. വാർഷിക വർധന നിരക്ക് കൂടെ 0.5% വെച്ച് വർദ്ധിക്കുന്നുണ്ട് വാർഷിക വർധനമായിട്ട് കേട്ടോ. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടി വരുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ? ചൂട് കൂടുന്നുണ്ട്. അടുത്ത മീഥേൻ ആണ് പറഞ്ഞേക്കുന്നത്. മീഥേൻ ആഗോള താപനത്തിലുള്ള പങ്ക് എത്രയാണ്? 15%. 0.9% ആയിട്ട് കൂടി വരികയാണ് പുള്ളി. ഓക്കെ, ഇനി നൈട്രസ് ഓക്സൈഡ് നോക്കിയേ, N2O എന്ന് പറയപ്പെടുന്ന ആഗോളതാപനത്തിൽ ഒരു 6% ചൂട് കൂട്ടാൻ വേണ്ടി പുള്ളി ഒരു 6% പങ്കുവഹിക്കുന്നുണ്ട്. 0.3 ആയിട്ട് വാർഷിക വർധനവും പുള്ളിക്കുണ്ട്. പിന്നെ CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയപ്പെടുന്ന ആള് 10 മുതൽ 24% വരെ ആഗോളതാപനത്തിൽ പങ്കുവഹിക്കുന്ന ആളാണ്. നമുക്കറിയാം, നമ്മൾ AC ഓൺ ചെയ്യുമ്പോഴും ഫ്രിഡ്ജ് ഓൺ ചെയ്യുമ്പോഴും സ്പ്രേ അടിക്കുമ്പോഴും ഒക്കെ പുറത്തേക്ക് വരുന്ന ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ആലോചിച്ച് നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടകാരിയായിട്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. 24% വരെ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ആഗോളതാപനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വാർഷിക വർധനം 4% കൂടുന്നുണ്ട്. നോക്കിയാൽ എല്ലാവരേക്കാൾ കൂടുതൽ ആര് തന്നെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ തന്നെയാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം AC-യുടെ ഉപയോഗം കൂടുന്നുണ്ട്, അപ്പോൾ ഫ്രിഡ്ജിന്റെ ഉപയോഗം കൂടുന്നുണ്ട്, സ്പ്രേയുടെ ഉപയോഗം കൂടുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ആരുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്? CFC-യുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓസോണും ജലബാഷ്പവും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. നമുക്കറിയാം, ഓസോൺ എന്ന് പറയപ്പെടുന്ന ആളും നീരാവി H2O അല്ലെ, നീരാവി എന്ന് പറയപ്പെടുന്ന ആളും ജലബാഷ്പം നീരാവി എന്ന് പറയപ്പെടുന്ന ആളും ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. H2O എന്ന് കൊടുത്തെങ്കിലും നിങ്ങൾ നീരാവി എന്ന് തന്നെ പഠിക്കുക. വാട്ടർ വേപ്പർ ആണ് കേട്ടോ, വാട്ടർ വേപ്പർ ആണ്. അപ്പോൾ ഓസോണും ജലബാഷ്പവും എല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും LP പരീക്ഷയ്ക്കും UP പരീക്ഷയ്ക്കുമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ 2024 നമ്മളോട് ചോദിച്ചത്. എല്ലാം വളരെ ഈസിയുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാം. നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരവും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത വാട്ടർ ഏതാണ്? മെർക്കുറി സെല്ലാണ്. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന നിക്കലിനെയാണ്. ആഗോളതാപനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എല്ലാത്തിന്റെ ഉത്തരവും ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.